കഴിഞ്ഞ 2 ആരാധനയ്ക്കും ഈ ആരാധനയിലും വളരെ മനോഹരമായി എപ്പോഴും നമ്മുടെ തലമുറയുടെ അനുഗ്രഹം എന്ന് ഞാൻ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ തലമുറകളെ എങ്ങനെ പണിയാം എന്നതിനെക്കുറിച്ചായിരുന്നു 2 ആരാധനയ്ക്കും വളരെ വ്യക്തമായി ദൂത് കിട്ടിയത്. അതിൻ്റെ അടുത്ത ഭാഗത്തേക്കൊന്ന് പ്രവേശിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ആരാധനയ്ക്ക് വരുന്ന കുറേ പേരിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം കേൾക്കണം. ഇന്ന് അടുത്ത ഭാഗമാണ് തുടരുന്നതെങ്കിൽ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ ആരാധന 2ാമത്തെ ആരാധനയിലും പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് അത് കേൾക്കണം. അത് കേൾക്കുക. അടുത്ത ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. നമുക്ക് ആവശ്യമായതുകൊണ്ട് ആമേൻ, കർത്താവ് അത് അനുഗ്രഹമാക്കി തരട്ടെ. പ്രാർത്ഥനയോടായിരിക്കുക. ഇന്ന് ശുശ്രൂഷിക്കുവാൻ വന്നത് പാസ്റ്റർ റോയ് മാത്യു വർഗൽ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളരെ കുടുംബങ്ങളെ പണിയുവാൻ, തലമുറകളെ പണിയുവാൻ, അതുപോലെ യുവാക്കൾക്ക് അനുഗ്രഹമായ ശുശ്രൂഷയാണ്. താൻ ബാംഗ്ലൂരിൽ സഭയുടെ പാസ്റ്ററും അതുപോലെ ശുശ്രൂഷകനും ഒരു അധ്യാപകനൊക്കെയാണ്. താൻ നമ്മൾക്ക് വചനം പഠിപ്പിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ആമേൻ. ക്ഷണം സ്വീകരിച്ച് വന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസന് പാറശാല ജഗുവാന CAG സഭയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. തുടർന്ന് ഇത് ശുശ്രൂഷിച്ച ശേഷം അദ്ദേഹത്തിന് ആമേൻ മടങ്ങിപ്പോകേണ്ടിയുണ്ട്. കുടുംബമായി അദ്ദേഹം വന്നിരിക്കുന്നു. കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് പ്രാർത്ഥനയോടിരിക്കുക. കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് വരും. കരങ്ങളെ തട്ടി ശക്തിയോട് സ്തോത്രം ചെയ്ത് ഇപ്പോൾ സ്വാഗതം ചെയ്യും. കർത്താവിൻ്റെ മഹത്വം. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാമോ? കർത്താവിൻ്റെ സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഈ ഉയർപ്പിൻ്റെ പകലിൽ എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായ എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ, എനിക്ക് ദൈവാലയത്തിൽ നിങ്ങളുടെ കൂടെ ഒരുമിച്ചായിരിക്കാൻ, ഇന്ന് ബാംഗ്ലൂരിലെ ചർച്ചിനെ വിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങളോട് ഒരുമിച്ച് ഇവിടെ ആരാധിപ്പാൻ കർത്താവിൻ്റെ അവസരമൊരുക്കി. കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ബഹുമാനായ കർത്താവിൻ്റെ ദാസനായ സ്തോത്രം ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് പ്രിയ പീറ്റർ പാസ്റ്റർ. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. പ്രിയ കുടുംബത്തിനായി സ്തോത്രം. ലീഡേഴ്സായിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കായി, ദൈവദാസന്മാർക്കായി സ്തോത്രം. വിശേഷാൽ അനിൽ പാസ്റ്റർക്കായി സ്തോത്രം. എല്ലാ കർത്തൃവൃത്തിമാരെയും നിങ്ങളെ ഓരോരുത്തരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ മുമ്പിലുള്ള സമയം നമുക്ക് വേഗത്തിൽ മുമ്പിലോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവവചനം കേൾക്കാൻ റെഡിയാണോ? ആണെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. നമുക്ക് ഒറ്റൊരു വാക്യം വായിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോകാം. ഇന്ന് രാവിലെ പറഞ്ഞ, അല്ലെങ്കിൽ 2 സർവീസിനും പറഞ്ഞതല്ല, വേറൊരു വിഷയത്തിൽ കൂടെ, അല്ലെങ്കിൽ ഇതേ വിഷയം തന്നെ വേറൊരു ആംഗിളിൽ കൂടെ കയറി വരാൻ വേണ്ടി ആഗ്രഹിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. പാസ്റ്റർ പറഞ്ഞു എൻ്റെ 2ാമത്തെ ഭാഗം പറയണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ 2ാമത്തെ ഭാഗം പറയുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. യേശു അവരോട് എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവവചനം പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു ജോലി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടെ റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ വാക്യം ഒന്ന് പറയാമോ? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. യേശു അവരോട്, ഉറക്കെ പറഞ്ഞാട്ടെ. യേശു അവരോട് എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇതാണ് യേശു കർത്താവ് പറഞ്ഞ വേർഡ്. അവിടെ പറഞ്ഞേക്കുന്ന ഇംഗ്ലീഷ് വേർഡ് ഇങ്ങനെ, കം ഫോളോ മീ. ഒന്നുകൂടെ പറഞ്ഞേ, കം ഫോളോ മീ. ഒന്ന് പറഞ്ഞാട്ടെ, കം ഫോളോ മീ. ഈ ഒരൊറ്റ വേർഡ് യേശു കർത്താവ് പറയുക. എന്തോ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ വരാൻ വേണ്ടി പോവാം. ഇന്നത്തെ മീറ്റിംഗ് മാതാപിതാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാം വളരെ അനുഗ്രഹമായിരിക്കും. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് എന്ന് തൊട്ട് തുടങ്ങിയുള്ള അനേക കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. പാസ്റ്റർ പറഞ്ഞതുപോലെ രാവിലത്തെ സെക്ഷൻ നിങ്ങളൊന്ന് യൂട്യൂബിൽ കേൾക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ചർച്ചിൻ്റെ വെബ്സൈറ്റ്, നിങ്ങളുടെ ചർച്ചിൻ്റെ സൈറ്റിൽ, യൂട്യൂബ് സൈറ്റിൽ കിടപ്പുണ്ട്. കേട്ടിട്ട് നിങ്ങൾക്കത് അനുഗ്രഹമാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്ത് കൊടുക്കും. കാരണം ദൈവസഭയുടെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യും. ഓക്കെ, അവിടെ പറഞ്ഞ യേശു പറയുക, വരുവീൻ, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇത് ആരോടാ പറഞ്ഞെന്നറിയാമോ? യേശു കർത്താവ് തൻ്റെ 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 40 ദിവസം ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശു കർത്താവ് ആ സാത്താന്യ പരീക്ഷകളെല്ലാം ജയിച്ചിട്ട് യേശു കർത്താവ് നേരെ പോയത് ഗലീലയ്ക്കാണ്. ഏത് സ്ഥലത്തോട്ടാണ് പോയേ?
എൻ്റെ കൂടെ നിന്ന് പറയും കൂടെ ചെയ്താട്ടെ. എങ്ങോട്ടാ പോയേ? ഗലീലയ്ക്ക്. ഗലീലയിൽ പോവാം. ഗലീല ഒരു തള്ളപ്പെട്ട സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മിടുക്കന്മാരും കഴിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും എല്ലാം യെരൂശലേമിലാണ്. യെരൂശലേമാണ് ഏറ്റവും ആരാധനയുള്ളത്, ആലയമുള്ളത്, എല്ലാം നല്ല സ്ഥലം യെരൂശലേമാണ്. അവിടെ നല്ല ക്വാളിഫൈഡ് ആൾക്കാരുള്ളത്. ഗലീല എന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ സ്ഥലമാണ്, മീൻപിടുത്തക്കാരുടെ സ്ഥലമാണ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടുത്തെ ഭാഷ രണ്ടും എബ്രായ ഭാഷയാണെങ്കിൽ പോലും ഉച്ചാരണവും അവരുടെ ഭാഷയ്ക്കകത്ത് തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പം തൃശ്ശൂരെ ഭാഷയുടെ സ്ലാങ് അല്ല മലയാളമാണെങ്കിൽ പോലും തിരുവനന്തപുരത്തെ അല്ലേ വേറെ സ്ഥലം. ഓരോ സ്ഥലങ്ങളിൽ മലബാറിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വേറെ ഒരു മലയാളം പറയുന്നെങ്കിൽ പോലും എന്ന് പറയുന്നത് പോലെ ഈ ഗലീലക്കാരുടെ ഭാഷ അല്പം വ്യത്യാസമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്കാണ് യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഈ തള്ളപ്പെട്ടെന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് യേശു കർത്താവ് അങ്ങോട്ട് പോവുക. ചെല്ലുമ്പം രണ്ട് കുഞ്ഞുങ്ങൾ എന്നെ എല്ലാ പിള്ളേരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ യൗവനക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്ററും കൂടെ കൂടിയ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ യൗവനക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന, ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിലരെ ഫ്രണ്ടിലോട്ട് കൊണ്ട് വിളിക്കും, എനിക്കൊന്ന് പഠിപ്പിക്കാൻ 1-2 പേരെ കൂടെ വേണം താനും. ഓക്കെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഈ സ്ഥലത്ത് എന്ത് പറ്റിയെന്നറിയാമോ? ഈ ഗലീലയ്ക്കോട്ടെ യേശു കർത്താവ് ചെല്ലുമ്പം 2 യഹൂദ പിള്ളേർ, എത്ര പിള്ളേരുണ്ട് പറഞ്ഞാട്ടെ? 2 യഹൂദ പിള്ളേർ അവർ മീൻ പിടിക്കാൻ നോക്കി. ആ കടലിൽ പിടിക്കാൻ നോക്കിയിട്ടും, ഗലീല കടലിൽ പിടിക്കാൻ നോക്കിയിട്ടൊന്നും മീൻ കിട്ടിയില്ല. രാത്രി മൊത്തം അവർ അധ്വാനിച്ചു, മീൻ കിട്ടാതിരിക്കുക. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് രാവിലെ കയറി വന്നിട്ട് വല കഴുകിക്കൊണ്ടിരിക്കുക, നന്നായിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു കർത്താവ് അങ്ങോട്ട് ചെന്നു. യേശു കർത്താവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവർ യേശുവിനെ കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹം മീൻ പിടിക്കാൻ വേണ്ടി ഉള്ള ആളല്ല. ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ടാൽ അറിയാം റബിയുടെ വസ്ത്രമാണ്. ആരുടെ വസ്ത്രമാണ്? റബി എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ വസ്ത്രമാണ്. അപ്പോൾ ഇവരോർത്ത് ഈ ടീച്ചർ രാവിലെ എന്തിനാണ് ഇവിടെ വന്നത്? ആ ടീച്ചർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ പടകിലോട്ടൊന്ന് കയറട്ടെ. യേശു കർത്താവരോട് പറഞ്ഞു പടകിലോട്ട് കയറിക്കൂ. അവർ പടകിലോട്ട് കയറി. യേശു കർത്താവ് അല്പസമയം സംസാരിച്ച് കഴിഞ്ഞിട്ട് യേശു കർത്താവ് ഒരൊറ്റ പറച്ചിൽ പറഞ്ഞു, നിന്റെ വല പടകിൻ്റെ വലതുഭാഗത്തേക്ക് വീശാൻ പറഞ്ഞു. ഈ പത്രോസ് ഇങ്ങനെ നോക്കിക്കാണും യേശു കർത്താവിന്. ഈ പുള്ളിക്ക് മീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വസ്ത്രം കണ്ടാൽ അറിയാം റബിയുടെയാണ്, പക്ഷെ യാതൊരു ബന്ധവുമില്ല. പക്ഷെ എന്നാലും ഈ പുള്ളി പറയുമ്പം, ഈ വ്യക്തി പറയുമ്പോൾ ഏതോ ഒരു ജീവൻ്റെ വചനം, ജീവൻ്റെ ശക്തി ചലിക്കുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഞാൻ അങ്ങയുടെ വാക്കിന് രാത്രി മുഴുവനും അധ്വാനിച്ച ഇവിടെ ഏത് മീൻ കിട്ടും, എന്ത് ടൈപ്പ് മീൻ ഇന്ന് കിട്ടും, എവിടെ, ഇതെല്ലാം എനിക്കറിയാം. കാരണം എത്ര വർഷമായിട്ട് അപ്പന്മാർ തുടങ്ങി അനുഭവം ഉള്ളതാണ്. ഇതെല്ലാം ഇവർക്ക് 2 പേർക്ക് അറിയാം. മീൻപിടുത്തക്കാരല്ല 2 പേരും, പക്ഷെ യൗവനക്കാരാ കേട്ടോ, യൗവനക്കാരാ. പക്ഷെ അവ പറഞ്ഞ വേർഡ്, അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. ഒരൊറ്റ ഏറെറിഞ്ഞു, ഒറ്റ. ദൈവം നിന്നോട് പറയുമ്പോൾ ഉഴപ്പിലെറിയല്ല, വീതിക്കെറിഞ്ഞോണം. കേൾക്കുന്നുണ്ടോ? ദൈവം പറഞ്ഞതല്ലേ എന്നാൽ പിന്നെ കയറട്ടെ, അങ്ങനല്ല എറിയണ്ടേ. ദൈവം പറയുമ്പോൾ പൂർണ്ണ ആഴത്തിൽ നിങ്ങൾ ചെയ്തോണം. വല അങ്ങോട്ട് എറിഞ്ഞു, അങ്ങോട്ട് വലിച്ചു കയറ്റിയപ്പം രാത്രി മൊത്തം അധ്വാനിച്ചിട്ടും ഇല്ലാത്ത മീൻ കണ്ട് പെരുത്ത മീൻകൂട്ടം ഈ വലക്കകത്ത് കയറി. എങ്ങനെ കയറിയെന്നറിയാമോ? ജീവന്റെ വചനം എവിടെ പറയുമോ അത് കഴിക്കാൻ മനുഷ്യൻ മാത്രമല്ല വരുന്നേ, സകല ജഡത്തിൻ്റെയും ആഹാരമാണ് കേട്ടോ. സകല ജഡത്തിൻ്റെയും ഈ ജീവന്റെ തുടിപ്പ് മത്സ്യങ്ങൾ തിരിച്ചറിഞ്ഞു കാണാം. മത്സ്യങ്ങൾ വന്നു, വലിച്ചു കരയിലോട്ട് കയറ്റി, പടകിലോട്ട് കയറി. പടകങ്ങ് നിറഞ്ഞങ്ങോട്ട് കഴിഞ്ഞപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടെ നിന്നോട്ട് ഒറ്റ പറച്ചിൽ പറയാം. എന്തോ പറഞ്ഞെന്നറിയാം? കം ഫോളോ മീ, ഐ വിൽ മേക്ക് യു എ ഫിഷേഴ്സ് ഓഫ് മെൻ. വരിക, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. ഈ വേർഡ് അത്രേ പറഞ്ഞുള്ളൂ യേശു കർത്താവ്. ഇത്രയും പറഞ്ഞപ്പെടുത്തേന് ആ മീൻ പിടിച്ച് നിറച്ചു കിടക്കുക. ഇവരെന്തോ ചെയ്യുന്നറിയാമോ? പടക് വിട്ടു, വല വിട്ടു, മീൻ വിട്ടു. നമ്മൾ മലയാളികളാണെങ്കിൽ മീൻ വിടത്തില്ലായിരുന്നു, വിറ്റിട്ടേ പോകത്തുള്ളായിരുന്നു കേട്ടോ. മലയാളികൾ അതെന്തോ ചെയ്തേനെ? നിങ്ങളെന്തോ പറ്റി മിണ്ടാതിരിക്കുന്നേ? മീൻ വിടത്തില്ല. നിങ്ങൾക്കൊന്നും മലയാളം മനസ്സിലാകുന്നില്ലേ? മീൻ നമ്മൾ എന്തോ എടുത്തേനെ? വിറ്റിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ഇത് മീൻ വിട്ടു, പടക് വിട്ടു, വല വിട്ടു, മീൻ വിട്ടു, അപ്പനെ വിട്ടു. ഒറ്റ വേർഡ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ആരെങ്കിലും സഹോദരനോട് പറയാം കം ഫോളോ മീ എന്ന് പറയുമ്പം
പുള്ളി കീബോർഡും വിട്ട് അപ്പനെയും വിട്ട് അമ്മയും വിട്ട് എല്ലാം വിട്ടിട്ട് എൻ്റെ പുറകെ വരണമെങ്കിൽ ആ വേർഡിനകത്ത് എന്തോ പവർ കാണത്തില്ലേ, ആ വേർഡിനകത്ത് എന്തോ മിസ്റ്ററി കാണത്തില്ലേ. ഇത് പറയുകയും മീനെ പോലും ഇവർക്ക് വേണ്ട. പിടിച്ച പെരുത്ത മീൻ കൂട്ടമുണ്ട് സാറേ, അതിനെപ്പോലും വേണ്ട. ഇവർ യേശുവിൻ്റെ പുറകേക്ക് പോയി. ഞാൻ ആ വാക്കിൻ്റെ പവർ എന്തോന്ന് പറയാൻ പോവാ. ആ വാക്കിൻ്റെ പിമ്പിലുള്ള ജൂയിഷ് കൾച്ചർ എന്തോന്ന് ഞാൻ പറയാൻ പോവാ. ഈ കുഞ്ഞുങ്ങൾക്ക് യഹൂദന്മാരായതുകൊണ്ട് ഇവർക്ക് അറിയാം ആ വാക്കിൻ്റെ വില എന്തുവാ. എന്തുവാ പറഞ്ഞ വേർഡ്? എന്തുവാ കർത്താവ് പറഞ്ഞ വേർഡ്? എന്തുവാ? എന്നെ അനുഗമിക്കുക. ഒന്നും കൂടെ പറഞ്ഞേ, എല്ലാവരും ചേർന്ന് ഒന്നും കൂടെ പറഞ്ഞേ, എന്നെ എല്ലാവരും പറയുന്നില്ലല്ലോ. റെഡി, 1 2 3. എന്നെ അനുഗമിക്ക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടി. ഈ വേർഡ് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം ഇവരിങ്ങ് പോന്നു. എന്തുവാന്ന് പറയാൻ പോവാ. ഇനിയും യഹൂദൻ്റെ 4 പ്രമാണം നിങ്ങൾ അറിയണം. മുമ്പേ ഞാൻ പഠിപ്പിച്ചത്. ഒന്നാമത്തെ പ്രമാണം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ, ഈ യഹൂദ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവര് യഹൂദ കൾച്ചറിൽ കൂടെ കയറിപ്പോണം. ഒന്നാമത്തെ പ്രമാണം, 8-ാം നാളിലെ പരിച്ഛേദന കഴിഞ്ഞവരായിരിക്കണം. യഹൂദൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ, ആൺകുഞ്ഞാകട്ടെ, ആൺകുഞ്ഞ് ജനിച്ചാൽ മെയിൽ ചൈൽഡ് ആണ്, ആൺകുഞ്ഞാണെങ്കിൽ 8-ാം നാളിലെ പരിച്ഛേദന ചെയ്യണം. അതിന് വിളിക്കുന്ന പേരാണ് ബർത്ത് മില, സർക്കംസൈസേഷൻ, പരിച്ഛേദന എന്ന് പറയും. എല്ലാ ആൺകുഞ്ഞുങ്ങളും അത് കഴിഞ്ഞിരിക്കണം. രണ്ടാമത്തെ സെറിമണി, അതിൻ്റെ വാക്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. രണ്ടാമത്തെ സെറിമണി 31-ാമത്തെ ദിവസം കുഞ്ഞു ജനിച്ച വീട്ടിലെ അപ്പൻ വന്നിട്ട്, പിതാവ് വന്നിട്ട് കൊച്ചിനെ വില കൊടുത്തു മേടിക്കണം. എന്തോ വില കൊടുക്കണ്ടേന്ന് അറിയാമോ? 5 ഷേക്കൽ സിൽവർ, 5 ഷേക്കൽ വെള്ളി കൊടുക്കണം. 5 ഷേക്കൽ വെള്ളി കൊടുത്ത് ആലയത്തിലെ പുരോഹിതന് കൊടുത്തിട്ട് കൊച്ചിനെ വിലയ്ക്ക് മേടിക്കണം. ഇതാണ് 31-ാമത്തെ ദിവസം. 8-ാം ദിവസം പരിച്ഛേദനയുണ്ട്. പിന്നെ അടുത്തത് എത്രാം ദിവസമാണ്? ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. 31-ാമത്തെ ദിവസം കൊച്ചിനെ വില കൊടുത്തു മേടിക്കണം. കൊച്ചിനെ വില കൊടുത്തു മേടിക്കണോ? അപ്പോൾ ഈ കൊച്ചു ദൈവത്തിൻ്റെ അല്ലേ? പുള്ളിയുടെ അല്ല കൊച്ച്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയേക്കുന്ന കുഞ്ഞുങ്ങളും ബൈബിള് പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലെന്ന്. എന്നോട് പിണങ്ങല്ലേ, ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ കയ്യിൽ കിട്ടിയേക്കുന്ന കുഞ്ഞുങ്ങളും ആരുടെ കുഞ്ഞുങ്ങളാ? നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല. ബൈബിള് പഠിപ്പിക്കുക അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ല. 31-ാമത്തെ ദിവസം കൊച്ചിന് വില കൊടുത്ത് മേടിക്കുമ്പോൾ, വീണ്ടെടുപ്പ് വില കൊടുത്ത് മേടിക്കുമ്പോൾ ബൈബിള് പറയുക, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിവാഹത്തിൽ കൂടെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടി. ദൈവം ഒരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞ് നിങ്ങളിൽ നിന്ന് കിട്ടിയേക്കുന്നത് ശരീരം മാത്രമേ ഉള്ളൂ. വിവാഹത്തിൽ കൂടെ എനിക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ വൈഫിൻ്റെ എൻ്റെ വിവാഹത്തിൽ കൂടെ ഞങ്ങൾക്ക് ദൈവം കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞിന് ഞങ്ങളിൽ നിന്ന് കിട്ടിയേക്കുന്നത് എന്തോന്നറിയാമോ? ശരീരം മാത്രം. പക്ഷെ ആ കുഞ്ഞിൻ്റെ അകത്ത് പെർഫെക്റ്റ് യുണീക്ക് ഒരു സ്പിരിറ്റ് വന്നു, ആത്മാവ് വന്നു. അതെവിടുന്ന് വന്നു? അപ്പൻ്റെ പകുതി സ്പിരിറ്റും അമ്മയുടെ പകുതി സ്പിരിറ്റും കൂടെ ചേർന്ന് ഒരു സ്പിരിറ്റാണോ നമ്മുടെ അകത്ത് വന്നത്? അതോ നമ്മുടെ അകത്ത് ഒരു യുണീക്ക് എന്ന് വെച്ചാൽ ഒരു യുണീക്ക് പെർഫെക്റ്റ് സ്പിരിറ്റ് ദൈവത്തിൽ നിന്ന് നമ്മുടെ അകത്ത് വന്നു? എവിടുന്ന് വന്നു? മനസ്സിലാകുന്നവരുണ്ടെ പറഞ്ഞു, എവിടുന്ന് നമ്മുടെ അകത്ത് സ്പിരിറ്റ് വന്നേ? ദൈവത്തിൽ നിന്ന്. സകല ആത്മാക്കളുടെയും ഉടമസ്ഥൻ ബൈബിൾ പഠിപ്പിക്കുക, സകല ആത്മാക്കളുടെയും പിതാവും യജമാനനും ആരാന്നറിയാമോ? ദൈവമാ. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരപ്പനുണ്ട്. കാര്യങ്ങൾ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പം രണ്ടാമത്തെ സെറിമണി കുഞ്ഞിനെ വില കൊടുത്ത് മേടിക്കുക. ബാക്കി ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. 13-ാമത്തെ വയസ്സിലെ സെറിമണിയായി ഞാൻ കൂടുതൽ പറയാൻ വേണ്ടി പോകുന്നത്. 13-ാമത്തെ വയസ്സിലാണ് 3-ാമത്തെ സെറിമണി. ഒരിക്കൽ കൂടെ, 1-ാമത്തെ സെറിമണി എത്രാം ദിവസമാ പറഞ്ഞ ദൈവമക്കളെ? 8-ാം ദിവസം. 2-ാമത്തെ സെറിമണി 31-ാമത്തെ ദിവസം. 3-ാമത്തെ സെറിമണി 13-ാമത്തെ വയസ്സിലാണ് 3-ാമത്തെ സെറിമണി നടക്കുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൺകുഞ്ഞുങ്ങൾക്ക് 13-ാം വയസ്സും പെൺകുഞ്ഞുങ്ങൾക്ക് 12-ാം വയസ്സും. അതിനെ വിളിക്കുന്ന പേര് ബെർ മിസ്വ എന്നാണ്. ആൺകുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബെർ മിസ്വ, പെൺകുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബെത്ത് മിസ്വ എന്നാണ്. ആ വേർഡിൻ്റെ അർത്ഥം സൺ ഓഫ് കമാൻഡ്മെന്റ്, വചനത്തിൻ്റെ പുത്രൻ എന്നാണ്. ആ 13-ാമത്തെ വയസ്സെത്തുമ്പോൾ കൊച്ചിൻ്റെ പിതൃത്വം ചേഞ്ച് ആവുക. 31-ാമത്തെ ദിവസം വില കൊടുത്തു മേടിച്ച ആ പിതാവ് കൊച്ചിനെ വചനം പഠിപ്പിച്ച് പ്രോഗ്രാം ചെയ്ത് ദൈവത്തിന് തന്നെ, യഥാർത്ഥ പിതാവായ ദൈവത്തിന് തന്നെ കൊണ്ട് കൊടുക്കണം. അന്ന് കൊച്ചിൻ്റെ പിതൃത്വം ചേഞ്ച് ആകും.
കേട്ടോ, പിതൃത്വം ചേഞ്ച് ആവും. 13-ാമത്തെ വയസ്സ് തൊട്ട് യഹൂദൻ ആ കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കണം. ഞാനത് പഠിപ്പിക്കാം. ആ 13-ാമത്തെ വയസ്സിലെ സെറിമണിയിലോട്ടാണ് ഇന്ന് വരുന്നത്. 4-ാമത്തെ സെറിമണി അപ്പൻ്റെ വാർദ്ധക്യത്തിലാണ്. അപ്പൻ വാർദ്ധക്യം എത്തുമ്പോൾ എല്ലാ മക്കളെയും വിളിച്ച് മക്കൾക്ക് വേണ്ടിയ അവരുടെ പൊസിഷനും അവർക്ക് വേണ്ടിയ ബ്ലെസ്സിങ്ങും കൊടുക്കും. അന്ന് കൊടുക്കുന്നതാണ് ആദ്യജാത പദവി. എന്ത് കൊടുക്കുന്നു? ആദ്യജാത പദവി. ആദ്യജാത പദവിയുടെ കൈമാറ്റം നടക്കുന്നത് അപ്പൻ്റെ വാർദ്ധക്യത്തിലാണ്. അതാണ് അബ്രഹാം അത് ചെയ്തു, ഇസ്ഹാക്ക് അത് ചെയ്തു, യാക്കോബ് അത് ചെയ്തു. യാക്കോബ് അത് ചെയ്തതാണ് ഉൽപ്പത്തി 49 എഴുതി വച്ചേക്കുന്നത്. യാക്കോബിൻ്റെ മക്കളെ കൂടി വരുവിൻ, ഭാവി കാലത്ത് സംഭവിപ്പാനുള്ള ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം എന്ന് പറഞ്ഞ് രൂബേനെ ഇങ്ങോട്ട് വിളിച്ചു. അനുഗ്രഹിക്കുന്നതിന് പകരം രൂബേൻ ഒരു ശിക്ഷ കൊടുത്തു. ശിമയോനെ, യഹൂദയെ വിളിച്ചു, ശിമയോനെ, ലേവിയെ വിളിച്ചു. ഓരോരുത്തർക്കും കൊടുക്കുന്ന അനുഗ്രഹമുണ്ട്. നിങ്ങൾ കേട്ടോ, ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിച്ചു തരാം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭാവി കാലത്ത് ഭൂമികുലുക്കം ഉണ്ടാവുമോ, യുദ്ധം ഉണ്ടാവുമോ എന്നല്ല ഓടിൻ്റെ അർത്ഥം. അപ്പൻ നിന്നെ കൈവച്ച് അനുഗ്രഹിക്കാം. അപ്പൻ നിന്നെ എങ്ങനാണോ അനുഗ്രഹിക്കുന്നത് അതുപോലായിരിക്കും ദൈവം നിന്റെ ഭാവിയെ സെറ്റ് ചെയ്യുന്നത്. അപ്പൻ്റെ അനുഗ്രഹം ബൈബിളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നിനക്ക് നന്മയുണ്ടാകാനും, ബാക്കി പറഞ്ഞോ, ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. കേട്ടോ, ഇത് വാക്തത്വത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു. അപ്പം 4 സെറിമണി ഉണ്ട് യഹൂദന്. പെട്ടെന്ന് പറഞ്ഞ, 1-ാമത്തെ സെറിമണി എത്രാം ദിവസമാ? 8-ാം ദിവസം. 2-ാമത്തെ സെറിമണി 31-ാമത്തെ ദിവസം. 3-ാമത്തെ സെറിമണി 13-ാമത്തെ വയസ്സിൽ. 4-ാമത്തെ സെറിമണി അപ്പൻ്റെ വാർദ്ധക്യത്തിൽ. ഇനി എങ്ങനെയാണ് 13-ാമത്തെ സെറിമണി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അല്പം പുറകിൽ നിന്ന് വരണം. ഒരു വീട്ടിൽ, യഹൂദൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ആദ്യത്തെ മണിക്കൂർ തൊട്ട് പാല് കൊടുക്കണം അമ്മ, അല്ലേ? എല്ലാ മാതാപിതാക്കളും അങ്ങനെ. വീട്ടിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? കുഞ്ഞിന് പാല് കൊടുക്കണം. കുഞ്ഞിനൊന്നും അറിയത്തില്ല. കുഞ്ഞിന് കണ്ണ് തുറന്നിട്ടില്ല, ചിരിച്ചു കാണിക്കത്തില്ല. കുഞ്ഞ് പാല് കുടിക്കുകയോ ഉറങ്ങുകയോ കരയോ എത്രയോ കൊച്ചിന് അറിയത്തുള്ളൂ. ഇവരൊന്നും അറിയത്തില്ല. അവരുടെ ABCDയുടെയോ ആൽഫബറ്റോ ആലഫ്ബേത്തിൻ്റെയോ ഒന്നും ഇവർക്ക് ഒരു അക്ഷരം പോലും അറിയത്തില്ല. നാളുകൾ, വർഷങ്ങളെടുക്കും കുഞ്ഞതൊക്കെ പഠിക്കണമെങ്കിൽ. പക്ഷെ ആദ്യത്തെ മണിക്കൂർ തൊട്ട് അമ്മ എന്ത് കൊടുക്കണം? പാല് കൊടുക്കണം. അമ്മ പാല് കൊടുക്കുമ്പോൾ യഹൂദൻ പഠിപ്പിക്കുക, ആ ബൈബിൾ പഠിപ്പിക്കുക, അമ്മ പാല് കൊടുക്കുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ 10 കൽപ്പനയല്ല ഉള്ളത്, 613 കൽപ്പനയുണ്ട്. 613 കൽപ്പന ഉരുവിട്ടുകൊണ്ട് വേണം അമ്മ കൊച്ചിന് പാല് കൊടുക്കാൻ. അപ്പം അമ്മ ഇത് കാണാതെ പഠിക്കണോ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. അമ്മ കാണാതെ പഠിക്കണോ? ഇത് കാണാതെ പഠിക്കണം. യഹൂദൻ്റെ വീട്ടിൽ ഒരു പെങ്കൊച്ച് കല്യാണം കഴിക്കണമെങ്കിൽ അടുത്തത് എന്ത് വേണമെന്ന് ഞാൻ പറയാം കേട്ടോ. കല്യാണം കഴിക്കാത്ത പിള്ളേരെല്ലാം ശ്രദ്ധിച്ച് കേട്ടോ. എന്തോ കല്യാണം കഴിക്കണമെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അപ്പനും ചെറുക്കനും കൂടെ വന്ന് പെങ്കൊച്ചിനെ കണ്ടു. പെങ്കൊച്ചിനെ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിയുമ്പം ബിത്രോയിൽ ആദ്യത്തെ അത് അവിടുത്തെ ഉടമ്പടിയുണ്ട്. ആ കൂട്ടത്തിൽ കവനൻ്റെ കെതൂബ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഇനി ചെറുക്കൻ 1 വർഷം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ചെറുക്കൻ എല്ലാം ചെയ്തു. അപ്പനും ചെറുക്കനും കൂടെ വന്ന് പെങ്കൊച്ചിനെ കണ്ടു, കവനൻ്റ് ചെയ്തു, കെതൂബ കൊടുത്തു കഴിഞ്ഞിട്ട് ചെറുക്കനും അപ്പനും കൂടെ തിരിച്ചുപോയി. ഇനി ചെറുക്കൻ 1 വർഷം കഴിഞ്ഞിട്ടേ മടങ്ങി വരത്തുള്ളൂ. ആ 1 വർഷം ചെറുക്കനൊരു ജോലിയുണ്ട്, പെങ്കൊച്ചിനും ഒരു ജോലിയുണ്ട്. പെങ്കൊച്ചിനുള്ള ഒരു ജോലി ഞാൻ പറയാം. പെങ്കൊച്ചിനുള്ള ഒരു ജോലി, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടിലെ 40 തലമുറ കാണാതെ പഠിക്കണം. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടിലെ, കർത്താവേ നേരത്തെ കല്യാണം കഴിച്ചതിനായി സ്തോത്രം. കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ ചെറുക്കൻ്റെ 40 തലമുറ. എന്തിനാണെന്നറിയാമോ? നീ ഏത് ഗോത്രത്തിലെ ആളെയാ വിവാഹം കഴിക്കുന്നത്, ആ ഗോത്രത്തിൻ്റെ അനുഗ്രഹം എന്തുവോ, ബൗണ്ടറി എന്തുവോ, ആ ഹെറിറ്റേജില, ആ ലൈനേജില നീ അടുത്ത തലമുറയെ വളർത്തേണ്ടത്. അതിനനുസരിച്ച കൊച്ചിൻ്റെ അനുഗ്രഹം. അമ്മ അത് മൊത്തം 40 തലമുറ കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. പോട്ടെ, അപ്പം മടങ്ങി വരാം. അപ്പം പാല് കൊടുക്കുമ്പം എന്ത് പറയുന്നറിയാം? 613 കൽപ്പന പറയും. എന്തിനാ? ഒന്നും അറിയാത്ത കൊച്ചിനോട് പാല് കൊടുക്കുമ്പോൾ ഇത് പറയുന്നതെന്നറിയാമോ? ആ ബൈബിള് പഠിപ്പിക്കുക, അമ്മയുടെ പാല് നിന്റെ ശരീരത്തിനാ കുഞ്ഞേ. പാല് കുടിക്കുമ്പം കുഞ്ഞിനോട് പറയാ, അമ്മയുടെ പാല് നിന്റെ ശരീരത്തിനാ, പക്ഷെ അമ്മ പറയുന്ന ജീവന്റെ വചനം നിന്റെ ആത്മാവിനാ. കേൾക്കുന്നുണ്ടോ? അമ്മ പറയുന്ന ജീവന്റെ വചനം നിന്റെ ആത്മാവിനാ. നിന്റെ ശരീരം മാത്രമല്ല വളരേണ്ടത്, നിന്റെ
ആത്മാവും വളരണം. വചനമെന്ന ആഹാരം കഴിക്കുന്നവന് ബുദ്ധി ഉണ്ടാവും. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. ജ്ഞാനം കിട്ടുന്നത് സ്കൂളിൽ നിന്നല്ല. സ്കൂളിൽ നിന്ന് നോളജും ഇൻഫർമേഷനുമാണ് കിട്ടുന്നത്. ജ്ഞാനം തരുന്നത് ദൈവമാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് കിട്ടുന്നത് എന്തൊക്കെയാണെന്നാ, പക്ഷെ വിവേകവും ബഹുമാനവും പരിജ്ഞാനവും ഇതൊക്കെ തരുന്ന ദൈവമാണ് തരുന്നത്. കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. സകല ജ്ഞാനത്തിൻ്റെ ഉറവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മേലൊന്ന് നിഴലിടട്ടെ. അടിമകളെ, ഉടഞ്ഞുപോയ, തകർന്നുപോയ, മുടിഞ്ഞുപോയ അടിമകളെ ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അവരെ 42 വർഷം കഴിഞ്ഞ് അക്കരെ എത്തുമ്പം, ഇന്നല്ല അവർ സൈന്യമായ 42 വർഷം കഴിഞ്ഞ് മരുഭൂമി കൂടെ നടന്ന് അക്കരെ ചെല്ലുമ്പോൾ അവർ സൈന്യമായി. മനസ്സിലാകുന്നുണ്ടോ? 1948 മെയ് 14 ഇസ്രായേൽ രാജ്യമായി തീർന്നത്. നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ അവർ സൈന്യമായി. ഇന്ന് ലോകരാജ്യങ്ങൾക്ക് വെപ്പൺ കൊടുക്കുക. അതൊക്കെ മുമ്പേ അടിമകളെ ദൈവം ഇറക്കിക്കൊണ്ട് വരിക. എവിടുന്ന? 430 സംവത്സരം ഫറവോൻ ഇവരുടെ ചാറൂറ്റിയതാ. എന്നെ കേൾക്കുന്നുണ്ടോ? ചാറൂറ്റിയവരെ ഇവരെ ദൈവം മരുഭൂമി കൂടെ 42 വർഷം നടത്തി കനാൻ ദേശത്തെത്തിയപ്പം ഇവർ മിലിറ്ററി ആയെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ അവർ മിലിറ്ററി ആയെന്ന് ഞാൻ പറയാം, കേൾക്കാനുള്ളവർ ശ്രദ്ധിച്ചു കേട്ടോ. നിന്നെ നടത്തിയത്, മരുഭൂമി നടത്തിയത് മനുഷ്യനല്ല, നിന്നെ മരുഭൂമി നടത്തിയത് സൈന്യങ്ങളുടെ ദൈവമാണ്. അത്യുന്നതൻ്റെ സാന്നിധ്യം, സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ മീതെ നിഴലിട്ടാൽ നീ ആരായിത്തീരും? മനസ്സിലാകുന്നവർ പെട്ടെന്ന് എൻ്റെ കൂടെ വന്നേ. ആരായിത്തീരും? സൈന്യമായി തീരും. ആ അത്യുന്നതൻ്റെ സാന്നിധ്യം, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ആലയത്തിൻ്റെ മീതെ നിഴലിട്ടതിനായി സ്തോത്രം. ഇതിനകത്ത് ബലഹീനൻ ഒരുവൻ പോലും ഇല്ലാതെ, ക്ഷീണിച്ചവൻ ഒരുവൻ പോലും ഇല്ലാതെ, നിന്റെ ശരീരത്തെ മാത്രമല്ല ദൈവം ബലപ്പെടുത്തുന്നത്, നിന്റെ അന്തരാത്മാവിനെ. ജീസസ് കേട്ടോ. നമ്മളോർക്ക് ഇന്ന് ഞാൻ ഇസ്രായേലിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാ. നമ്മളോർക്ക് ഇന്ന് യഹൂദന്റെ വെപ്പൺ ഭയങ്കര അയൺ ഡൂം, അയൺ ബീം, ട്രോഫി, ഒത്തിരി. സാംസൺ, മിസൈലിന്റെ പേരാ സാംസൺ എന്നൊക്കെ കേട്ടോ. നിന്നെയും കൊല്ലും ഞാനും ചാവുമെന്ന് അതിനർത്ഥം. സാംസൺ ആരാന്നറിയാമല്ലോ. മൊത്തം ഇളക്കി കളഞ്ഞ അവരൊരു ബോംബിന്റെ പേരാ സാംസൺ. നിന്നെയും കൊല്ലും ഞാനും ചാവും. ഞാൻ മലയാളത്തിൽ പറഞ്ഞ എൻ്റെ പേര് പറഞ്ഞു. വേറൊരു വെപ്പന്റെ പേരാ ദലീല എന്ന്. ആരാ ദലീല? സാംസണെ വീഴ്ത്തി കഴിഞ്ഞ ഒരു പെങ്കൊച്ചിൻ്റെ പേരാ. എന്ന് വെച്ചാൽ നിന്റെ പുറകെ അവൾ വരും. വന്നതുപോലെ ആ മിസൈൽ അയക്കും, നിന്റെ പുറകെ വരും, നിന്നെ വിടത്തില്ല, തീർത്തിട്ടേ വരത്തുള്ളൂ. അവരിട്ടേക്കുന്ന പേരാ, മിസൈലിട്ടേക്കുന്ന പേരാ, ബൈബിളിൻ്റെ പേരാ കേട്ടോ. പോട്ടെ, ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവർ ഇന്ന് ആ രാജ്യമായത് വലുതായെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നത് ചുമ്മാതാ. 42 വർഷം കഴിഞ്ഞ് അക്കരെ കയറുമ്പോൾ ഇവൻ സൈന്യമായി തീർന്നു. ആരാ നിന്നെ നടത്തുന്നത് നോക്കിയാൽ മതി. ഇതിനകത്ത് മനസ്സിലാകുന്ന ദൈവമക്കളുണ്ടോ? നിന്റെ വീടിൻ്റെ മീതെ വ്യാപരിക്കേണ്ടത് മരുഭൂമിയുടെ ഇരുട്ടിൻ്റെ സാന്നിധ്യമല്ല. നിന്റെ മേൽ വ്യാപരിക്കേണ്ടത് തിരുവനന്തപുരത്ത് വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തിയല്ല. നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കേണ്ടത് അത്യുന്നതന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനുണ്ട് സങ്കേതവും. ഹല്ലേലൂയ. ഗോഡ്. അപ്പം പാല് കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞു യഹോവയുടെ ന്യായപ്രമാണം. ഇനി തേൻ്റെ കാര്യമൊക്കെ പിന്നെ പഠിച്ചു കേട്ടോ. തേൻ കൊടുക്കും അമ്മ. അപ്പൊ കൊച്ചിന് തേൻ രുചിച്ചിറക്കാൻ ഭയങ്കര. എന്നിട്ട് പറഞ്ഞു ഇതിനെക്കാട്ടിലും വലിയൊരു കാര്യമുണ്ട് കുഞ്ഞേ, അത് യഹോവയുടെ ന്യായപ്രമാണമാണ്. ഇത് കഴിഞ്ഞു. അടുത്ത എഴുതി വെച്ചോ. 7-ാം വയസ്സ്, 5 വയസ്സ് വരെ അമ്മ പഠിപ്പിക്കേണ്ടത്. എത്ര വയസ്സ് വരെയാ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 5 വയസ്സ് വരെ അമ്മ പഠിപ്പിക്കേണ്ടത്. 6-ാമത്തെ വയസ്സ് തൊട്ട് 13-ാമത്തെ വയസ്സ് വരെ 2-ാമത്തെ ടീച്ചർ അപ്പൻ. 1-ാമത്തെ വീട്ടിലെ ടീച്ചർ ആരാ? പറഞ്ഞു ദൈവം മക്കളെ പെട്ടെന്ന്. അമ്മ. 2-ാമത്തെ ടീച്ചർ ആരാ? പിതാവ്. അപ്പൻ പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അപ്പൻ മുഴങ്കാലിലിരിക്കും. അപ്പൻ മുഴങ്കാലിലിരിക്കുന്നത് മക്കൾ കാണും. മോനെ പിടിച്ച് അടുക്കളോട്ടിരുത്തും. അപ്പൻ്റെ തലയിൽ ഒരു പ്രയർ ഷോൾ കാണും, തലിത്ത് കാണും. ആ തലിത്തെടുത്ത് കൊച്ചിൻ്റെ തലയെ കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അപ്പനും മോനും കൂടെ ഒരുമിച്ചിരുന്ന് ആടിയ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ കൊച്ചിൻ്റെ തലേന്ന് ആ ഷോള് പോവും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ ഷോള് പോവും. അപ്പൻ വീണ്ടും ഇട്ട് കൊടുക്കും. വീണ്ടും ഒരുമിച്ചാടും. 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അപ്പനും മോനും കൂടെ ഒരുമിച്ചാടും. എന്തിനാ ആടുന്നേ? യഹോവയുടെ വചനം ന്യായപ്രമാണം ഉരുവിട്ട പ്രാർത്ഥിക്കുന്നത്.
രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും യഹോവയുടെ വചനം ഉരുവിടുക. അപ്പൻ്റെ പ്രയർ ഷോളിന് കീഴിൽ പോയിരിക്കും. രണ്ടുപേരും കൂടി നാടാൻ തുടങ്ങും. ആ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. അങ്ങനെ 7-ാം വയസ്സെത്തുമ്പോൾ അടുത്ത കേട്ടോ, ലേവ്യ പുസ്തകം മൊത്തം കാണാതെ പഠിക്കണം. ഏത് പുസ്തകമാണ്? അയ്യോ, സങ്കീർത്തനം അല്ല കാണാൻ പഠിക്കേണ്ടിയേ. ഏത് പുസ്തകം കാണാൻ പഠിക്കേണ്ടിയേ? ലേവ്യ പുസ്തകം. എന്തിനാ ലേവ്യ പുസ്തകം എന്നറിയാമോ? പെട്ടെന്ന് കേട്ടോ, ഉൽപ്പത്തിയും പുറപ്പാടും സംഖ്യയും ആവർത്തനവും ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡികളാണ്. ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ കൂടെയോ സമൂഹത്തിൻ്റെ ഇടപാടുകളിൽ കൂടെയോ ദൈവത്തിൻ്റെ ഇടപാടുകൾ വരച്ച് കാണിച്ചേക്കുക. പക്ഷെ ലേവ്യ പുസ്തകത്തിൽ ഒരു വ്യക്തിയുടെ ചരിത്രമല്ല. ലേവ്യ പുസ്തകം മൊത്തം യഹോവയുടെ വിശുദ്ധ പ്രമാണമാണ്. 7-ാം വയസ്സിൽ ഏത് പുസ്തകമാണ് കാണാൻ പഠിക്കേണ്ടിയേ? ആ പുസ്തകം എവിടെ ഉണ്ട്? എവിടെ പുസ്തകം ഉള്ളേ? നമ്മൾ കണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും ബൈബിളിലുള്ളത് അല്ലേ? അതെനിക്കും അറിയാം കേട്ടോ. ലേവ്യ പുസ്തകം കാണാതെ പഠിക്കണം. നമ്മുടെ ഏറ്റവും കൂടുതൽ ചെളി പറ്റിയേക്കുന്ന സങ്കീർത്തനത്തിന് അവിടെ. നമ്മൾ അതാ തുറക്കുന്നത് അല്ലേ? ലേവ്യ പുസ്തകം കാണാതെ പഠിക്കണം. അടുത്തത് 13-ാമത്തെ വയസ്സെത്തുമ്പോൾ തോറ മൊത്തം കാണാതെ പഠിച്ചിരിക്കണം. തോറ മനപ്പാടമാക്കുമല്ല, തോറായുടെ നിയമങ്ങൾ, ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങൾ മൊത്തം കൊച്ചു കാണാതെ പഠിച്ചിരിക്കണം. 13-ാമത്തെ വയസ്സെത്തുമ്പോൾ ഈ കൊച്ചുങ്ങളെയും കൊണ്ട് അപ്പനും അമ്മയും ഒന്നുകിൽ സിനഗോഗി വരണം, അല്ലെങ്കിൽ ആലയത്തിൽ വരണം. ഞാൻ ഒരു കുഞ്ഞിനെ എൻ്റെ കൂടെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒന്ന് വിളിച്ചോട്ടെ. ആർക്കാ വരാൻ പറ്റുന്നത്? കൊയറിൽ നിന്ന് ഒരാളിങ്ങി പോരും. ഓടിയോ മോർണിംഗ് വാ, പെട്ടെന്നോ. ഈ കുഞ്ഞിന് 13 വയസ്സേ ഉള്ളെന്ന് നിങ്ങൾ വിചാരിച്ചു. ഒരു മോനും കൂടെ വരാമോ കൂടെ നിൽക്കാൻ? ഈ കുഞ്ഞിന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോ. ഈ കുഞ്ഞിന് 13 വയസ്സേ ഉള്ളെന്ന് വെച്ചോ കേട്ടോ. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കേൾക്കണം. മോനെ പുറകിൽ നിന്നോ. 13 വയസ്സുള്ളൊരു കുഞ്ഞുങ്ങളാ, യഹൂദ കുഞ്ഞുങ്ങൾ. ഇങ്ങനെ 13 വയസ്സെത്തുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുക. റബിയുണ്ട്, നരച്ച താടിയൊക്കെ ഉള്ള ഒരു റബിയുണ്ട്. അവരുടെ സിസ്റ്റം ഞാൻ പഠിപ്പിക്കാൻ പോവാം. നമ്മുടെ സിസ്റ്റം, റബി അല്ലെങ്കിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കും, സ്റ്റുഡൻസ് എന്തോ എടുക്കണം? പെട്ടെന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ആൻസർ. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കണം, സ്റ്റുഡൻസ് ആൻസർ പറയണം. പക്ഷേ യഹൂദന്മാരുടെ കൾച്ചറും ബൈബിളിൻ്റെ കൾച്ചറും നേരെ തിരിച്ചാ. എങ്ങനെയാണെന്നറിയാം? സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ചോദിക്കണം, റബി ആൻസർ പറയണം. എത്ര നല്ല! ഞങ്ങളുടെ ടീച്ചർ ഒന്ന് കേട്ടായിരുന്നേ വളരെ നല്ലതായിരുന്നു. സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ചോദിക്കണം, ആര് ആൻസർ പറയണം? നിങ്ങളിപ്പോൾ തിരിച്ചു പറയും, റബി ആൻസർ പറയണം. യഹൂദന്മാരുടെ സിസ്റ്റം അതാ. 1-ാമത്തെ ക്വസ്റ്റ്യൻ, യഹൂദ കുഞ്ഞുങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് നിൽക്കുന്നത്? 13-ാമത്തെ. സ്റ്റുഡൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ റബി ആൻസർ അവരുടെ കൾച്ചർ കറക്റ്റ് പറയത്തില്ല. സ്റ്റുഡൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, റബി കറക്റ്റ് ആൻസർ പറയത്തില്ല. റബി ഇങ്ങോട്ട് മാറ്റി പറയുന്ന ഉടനെ ഈ കൊച്ച് ഈ റബിയെ വിടല്. ഈ കൊച്ച് ആ ആൻസറിൻ്റെയും ക്വസ്റ്റ്യൻ്റെയും 4 ഡയമെൻഷനും പഠിച്ചിരിക്കണം. കാണാതെ പഠിച്ചുകൊണ്ട് വരുന്ന കാര്യമല്ല, അതിൻ്റെ എല്ലാ ആംഗിളും പഠിച്ചിരിക്കണം. അപ്പം ഈ കൊച്ചു ചോദിക്കണം, റബി ഇങ്ങനെ പറഞ്ഞാൽ ഈ ക്ലോസ്, ഈ ലോ ഇങ്ങനെ വരും. അപ്പം റബി ഇങ്ങോട്ട് അല്പം മാറ്റി പറയും അടുത്ത ആൻസർ. എന്നിട്ടും വിടത്തില്ല. അടുത്ത ചോദിച്ചു, അങ്ങനാണെങ്കിൽ ഇതെങ്ങനെ വരും, ഈ ന്യായപ്രമാണം. അപ്പം റബി ഇങ്ങോട്ട് മാറ്റി പറഞ്ഞു. 4 വശത്തും റബി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. 4-5 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ എല്ലാ ഡയമെൻഷനും ഈ കൊച്ച് അടച്ചിട്ട് റബിയെ വരെ കൊണ്ടുവരണം. നിങ്ങൾ പറ, ഏതാ നല്ലത്? ഞങ്ങൾ കാണാതെ പഠിച്ച് എന്തേലും അറിയാവുന്ന എഴുതി വെച്ചിട്ട് പോയിക്കോളാം. പക്ഷെ ബൈബിള് പഠിപ്പിക്കുന്നു, യേശു കർത്താവ് ചെയ്തങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനാ ചോദ്യം ചോദിച്ചത് എഴുതി വെച്ചേക്കുന്നത്? അത് അവരുടെ കൾച്ചറാണ്. ഇപ്പം മനസ്സിലായോ? യേശു ചോദിച്ചു. യഹൂദന്മാരുടെ കൾച്ചർ, ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയുകയല്ല ചെയ്യുന്നത്, ചോദ്യത്തിനെ ചോദ്യം കൊണ്ട് ആൻസർ ചെയ്യുക. അയ്യോ, മനസ്സിലാകുന്നുണ്ടോ? ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ചോദ്യത്തിന് യെസ് ഓർ നോ എന്ന ആൻസർ പറയുകയല്ല, ചോദ്യത്തെ ചോദ്യം കൊണ്ട് ആൻസർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ കുഞ്ഞ് ആ കാര്യത്തിൻ്റെ 4 ഡയമെൻഷനും അറിഞ്ഞിരിക്കണം. ഇതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അപ്പം 1-ാമത്തെ ചോദിച്ചു. ഇവിടെ വെച്ചാണ് ഈ റബിയെ അനുഗമിക്കാനുള്ള ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ വെച്ചാണ്. അയ്യോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ റബിയെ അനുഗമിക്കാനുള്ള ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഈ സെറിമണി വെച്ച, ബർ മിസ്വായി വെച്ച. അപ്പം മാതാപിതാക്കളെല്ലാം വെയിറ്റ് ചെയ്യുക. അയ്യോ, എൻ്റെ കുഞ്ഞിനൊരു വിളി കിട്ടിയാൽ ഭയങ്കരമായിരുന്നു. അവരുടെ എല്ലാം മാതാപിതാക്കളുടെ എല്ലാ ആഗ്രഹം എന്തോന്നറിയാമോ? ഞങ്ങളുടെ കുഞ്ഞൊരു റബി ആകണം. ഭയങ്കര IAS കിട്ടുന്നതിനെക്കാട്ടിലും പവറാ. ഞങ്ങളുടെ കുഞ്ഞൊരു റബി ആകണം. അതാ മാതാപിതാക്കളുടെ ആഗ്രഹം. അപ്പനും അമ്മയും എല്ലാം വെയിറ്റ് ചെയ്യുക.
അപ്പനും അമ്മയും കൂടെ കൊച്ചുങ്ങളെ കൊണ്ടുവന്നേക്കുന്നേ. പക്ഷെ ഈ റബിയുടെ വായിൽ നിന്ന് ഇത് വീഴാൻ ഇങ്ങനെ കാത്തിരിക്കുക. സ്വർഗം കിട്ടുന്നത് പോലെ ഭയങ്കര പ്രിവിലേജാ. പക്ഷെ ഈ റബി ഈ കുഞ്ഞിനെ വിളിച്ചില്ല. ഇവൻ എന്തോ അത്ര ബ്രൈറ്റ് അല്ല. ഞാൻ നിന്റെ അടുക്കലോട്ട് വരുന്നുണ്ട്. ഇവൻ അത്ര ബ്രൈറ്റ് അല്ല. എൻ്റെ ഡിസൈപ്പിളായിട്ട് ഇവനെ വിളിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് എന്തോ പറ്റുന്നറിയാമോ, ഇവനെ വിളിച്ചില്ല. അതിന് പകരം ഈ റബി ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് റബി ഈ കുഞ്ഞിനെ അങ്ങ് അനുഗ്രഹിക്കും. കാരണം തോറ പറയാൻ വന്നതാ. ഇവനെ അനുഗ്രഹിച്ചു. ഇവന് 2 ഗിഫ്റ്റ് കിട്ടും. ഒന്നാമത്തെ ഗിഫ്റ്റ്, ഇനിയും തൊട്ട് നീ അപ്പൻ്റെ തലിത്തിൻ്റെ കീഴിൽ ഇരിക്കേണ്ട, നിനക്ക് സ്വന്തമായിട്ട് തലിത്ത് കിട്ടും. തലിത്തെന്ന് പറഞ്ഞാൽ എന്തോന്ന് മനസ്സിലായോ? തലയിലിടുന്ന ഷോൾ. ആ തലിത്ത് നിനക്ക് സ്വന്തമായിട്ട് കിട്ടും. രണ്ടാമത്തെ, നിനക്ക് തന്നെ ഒരു തോറ കിട്ടും. ഇനി നീ അപ്പൻ്റെ തോറ അല്ല വായിക്കേണ്ടത്, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, നിനക്ക് തന്നെ ഒരു തോറ കിട്ടും, ന്യായപ്രമാണം കിട്ടും. ഈ കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് കഴിയുന്ന ഉടനെ അപ്പൻ ഇവിടോട്ട് നിന്ന് കൈ ഉയർത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അവിടെ നിൽക്കുക. എന്തോ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? അത് കേട്ടോ. കർത്താവേ, 31-ാമത്തെ ദിവസം അങ്ങയുടെ കയ്യിൽ നിന്ന് വില കൊടുത്ത് മേടിച്ച കൊച്ചിനെ എൻ്റെ ഉത്തരവാദിത്തം ചെയ്ത് പൂർത്തിയാക്കി പ്രോഗ്രാം ചെയ്ത് ഞാൻ ഈ കുഞ്ഞിൻ്റെ ഒറിജിനൽ പിതാവായ ദൈവത്തിങ്കലേക്ക് തന്നിരിക്കുന്നു. ഇനിയും തൊട്ട് ഇവൻ്റെ ഉത്തരവാദിത്വം, സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി എടുത്ത് ഇവൻ ജീവിച്ചോണം. എന്നെ താങ്ക് യു ഫോർ റിലീവിങ് ഫ്രം മൈ റെസ്പോൺസിബിലിറ്റി. എൻ്റെ റെസ്പോൺസിബിലിറ്റിന്ന് എന്നെ റിലീവ് ചെയ്യുന്നതിനായി, എന്നെ അതിൽ നിന്ന് മാറ്റുന്നതിനായി നന്ദി. എന്തോ പറഞ്ഞെന്നറിയാം? 31-ാമത്തെ ദിവസം ഞാൻ വില കൊടുത്ത് മേടിച്ച കൊച്ചിനെ, അങ്ങയുടെ കൊച്ചിനെ എൻ്റെ ഉത്തരവാദിത്തം ചെയ്ത് ഞാൻ ആർക്ക് തന്നെ കൊണ്ട് കൊടുത്തു? പെട്ടെന്ന് പറഞ്ഞേ. ഈ അപ്പൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇനിയും തൊട്ട് 13-ാമത്തെ വയസ്സ് തൊട്ട് യഹൂദൻ്റെ കുഞ്ഞുങ്ങൾ സ്വന്തമായി റെസ്പോൺസിബിലിറ്റി എടുത്ത് ജീവിക്കണം. ഇപ്പം നമുക്ക് എത്ര വയസ്സായി? നമുക്ക് 13 എന്നുള്ള തിരിച്ചിട്ടിട്ടുമായിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്തോ പറ്റി മിണ്ടാത്തെ? യഹൂദൻ്റെ കുഞ്ഞുങ്ങൾ എത്രാം വയസ്സ് തൊട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കണം? 13-ാമത്തെ വയസ്സ് തൊട്ട് പഠിക്കാനുള്ള കാര്യം, നിന്റെ ഡിസിഷൻ, നിന്റെ എവ്രിതിങ്ങിൻ്റെ ഡിസിഷൻ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി എടുത്ത് ജീവിച്ചോണം. ഉത്തരവാദിത്വ ബോധം ബൈബിളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ കുറേ ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത പിള്ളേരെ വളർത്തുക. നമ്മളെല്ലാം പാമ്പർ ചെയ്യുക എന്ന് പറയും. പാമ്പറിങ്. ഈ കൊച്ച് ബ്രൈറ്റ് അല്ല, ഈ കൊച്ചിനെ വിട്ടു. അതുകൊണ്ട് മോന്നുണ്ട്, ഇവിടെ ഇരുന്നു, നിന്നെ എനിക്ക് വേണം, അവിടെ ഇരുന്നു നീ. രണ്ടാമത്തെ പുള്ളി, അവിടെ ഇരുന്നു, എനിക്ക് വേണം നിന്നെ. രണ്ടാമത്തെ പുള്ളി, ഇവൻ ഭയങ്കര മിടുക്കനാ. ഇവന് റബിയെ വിടുന്നില്ല, ഇടത്തും വിടുന്നില്ല, വലത്തും വിടുന്നില്ല. റബിക്ക് മനസ്സിലായി ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ ഭയങ്കരനാ. ആ റബി ഇവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ റബി ഒരു വേർഡ് പറയും. 13-ാമത്തെ വയസ്സിൽ പറയും, കം ഫോളോ മീ. എന്ത് പറയും? കം ഫോളോ മീ എന്ന് വെച്ചാൽ ഈ ചെറുക്കൻ ഈ ബർ മിസ്വ എന്ന് പറഞ്ഞ സെറിമണി തൊട്ട് അടുത്ത 17 വർഷം ഈ റബിയെ ഫോളോ ചെയ്യണം. മോനെ, അടുത്ത 17 വർഷം ഈ റബിയെ ഫോളോ ചെയ്യണം. കിട്ടുന്നുണ്ടോ? ഈ വിളി കിട്ടേണ്ടത് ഈ സെറിമണി വെച്ചാ. എവിടെ വെച്ചാ? അയ്യോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏത് സെറിമണി വെച്ചാ വിളി കിട്ടണ്ടിയേ? ഈ ബർ മിസ്വ എന്ന് പറഞ്ഞ 13-ാമത്തെ സെറിമണി വെച്ച്. ഇനി വേഗത്തിൽ ഞാൻ പറയാം. ഇവൻ അങ്ങ് ഭയങ്കര ബ്രില്യൻ്റ് ആയി. ഇവന് എൻ്റെ ഡിസൈപ്പിൾ ആകാനുള്ള യോഗ്യത ഇവനുണ്ട്. കാരണം ഇവൻ മിടുക്കനാ, ഭയങ്കര മിടുക്കനാ. ഇവൻ 15-ാമത്തെ വയസ്സെത്തുമ്പോൾ തൽമൂദ് കാണാതെ പഠിക്കണം. തൽമൂദ്. 10-ാമത്തെ വയസ്സിൽ മിഷ്ന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മിഷ്ന എന്ന് വെച്ചാൽ ഓറൽ തോറ, അത് കാണാതെ പഠിക്കണം. 13-ാമത്തെ വയസ്സിൽ ഇവിടെ നിൽക്കണം. 15-ാമത്തെ വയസ്സിൽ തൽമൂദ് കാണാതെ പഠിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15-ാമത്തെ വയസ്സിൽ തൽമൂദ് കാണാതെ പഠിക്കണം. 18-ാമത്തെ വയസ്സിൽ കല്യാണത്തിന് റെഡിയാകണം. എല്ലാ യഹൂദ കൊച്ചും ഇന്ന് പോയൊന്നും അങ്ങനെ ചെയ്തു കളയല്ലേ. 18-ാമത്തെ വയസ്സിൽ കല്യാണത്തിന് റെഡിയായിരിക്കണം. നിങ്ങൾ ചിരിക്കല്ലേ? 40-ാമത്തെ വയസ്സിലല്ല കല്യാണം എന്തുവാന്ന് ഒന്നും അറിയാൻ വയ്യ. 10 ലക്ഷം 20 ലക്ഷം രൂപ ചിലവാക്കും. പക്ഷെ 30 വയസ്സായ കഴിഞ്ഞ ചെറുക്കന് കല്യാണം എന്തുവാന്ന് അറിയാമോ? ഇല്ല. യഹൂദൻ്റെ അമ്മമാരുടെയും അപ്പന്മാരുടെയും ഉത്തരവാദിത്വമാണ് 18 വയസ്സെത്തുമ്പോൾ ബ്രൈഡ് ചേംബറിൽ കൂടെ അവരുടെ കുഞ്ഞുങ്ങളെ കയറ്റിവിടണം. എങ്കിലേ കല്യാണം നടത്താൻ പറ്റത്തുള്ളൂ. കേട്ടോ, കല്യാണം നടക്കണമെങ്കിൽ അവർക്ക് സിസ്റ്റം ഉണ്ട്. 18-ാമത്തെ വയസ്സിൽ കല്യാണം, വിവാഹം എന്തുവാന്ന് പഠിപ്പിക്കണം. നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചത് മൂവിക്കാർ. ഓക്കെ,
ഈ കൊച്ചു മിടുക്കനാ. ഇനി 30-ാമത്തെ വയസ്സെത്തുമ്പോൾ ഈ കുഞ്ഞിനെ ഈ റബി ഒരു സഭ വിളിച്ചിട്ട് ഈ കൊച്ചിന് ഷമീക്ക കൊടുക്കും. ഷമീക്ക എന്ന് പറഞ്ഞാൽ ഓർഡിനേഷൻ കൊടുക്കും 30-ാമത്തെ വയസ്സിൽ. ഷമീക്ക കൊടുത്തെങ്കിൽ മാത്രമേ ഈ കൊച്ചിന് റബി ആകത്തുള്ളൂ. ഷമീക്ക കിട്ടിയെങ്കിൽ മാത്രമേ ഈ കൊച്ച് ഡിസൈപ്പിൾസിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഡിസൈപ്പിൾസിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഷമീക്ക കിട്ടിയെങ്കിൽ മാത്രമേ ഇവന് സിനഗോഗുകളിൽ കയറി പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ബൈബിൾ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ വെളിപ്പാടെന്ന് പറഞ്ഞ് അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. സിനഗോഗിൽ കയറി പഠിപ്പിക്കണം. എന്തോ ചെയ്യണം? ഷമീക്ക കിട്ടണം. ഷമീക്ക എന്ന് പറഞ്ഞാൽ ഓർഡിനേഷൻ, അത് കിട്ടണം. ഈ 30-ാമത്തെ വയസ്സ് നിങ്ങൾക്കറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 30 വയസ്സുവരെ മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല സിസ്റ്റം പൂർത്തിയാക്കി. 8-ാം നാളിൽ പരിച്ഛേദന ചെയ്തു. യേശുവിൻ്റെ അമ്മ വരുന്നത് 8-ാം നാളിലല്ല, 42-ാമത്തെ ദിവസമാണ്. ബൈബിൾ പഠിച്ചാൽ മതി. 42-ാമത്തെ ദിവസമാണ് യേശു കർത്താവിനെയും കൊണ്ട് വരുന്നത്. ശിമയോനും ഹന്നായും ഒക്കെ കയ്യിലേന്തി പറയുന്നത് 42-ാമത്തെ ദിവസമാണ്. 31-ാമത്തെ ദിവസം ആര് വന്നു? അപ്പൻ വന്നു. അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല. ലേവ്യ പുസ്തകം 12 കിടപ്പുണ്ട് ഈ പ്രമാണം. ഒരമ്മ ആൺകുഞ്ഞിന് ജന്മം കൊടുത്ത 8-ാം നാളിൽ അവനെ പരിച്ഛേദന ചെയ്യണം. തുടർന്നൊരു 33 ദിവസം അവൾ രക്തശുദ്ധീകരണത്തിനിരിക്കണം. ആൺകുഞ്ഞിനാണെങ്കിൽ അന്നു ആ 33 ദിവസം 8 33 41 ദിവസം അവൾ ആലയത്തിൽ വരരുത്, വിശുദ്ധ വസ്തുക്കളെ അനുഭവിക്കരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? 42-ാമത്തെ ദിവസമേ അമ്മയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. യേശു കർത്താവ് ചെയ്തു. 12 വയസ്സ് കഴിഞ്ഞപ്പോൾ യേശു റബിമാരുടെ മുമ്പിൽ വന്നു. അതും കൂടെ ഞാനൊന്ന് പറയട്ടെ. യേശു കർത്താവ് റബിമാരുടെ മുമ്പിൽ വന്നു. അന്നത്തെ എൻ്റെ ഭാഷ ഗ്രഹപ്പിഴയ്ക്ക് ഒരു റബി അവിടെ നിന്നുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആൾ ആരാന്നറിയാമോ? സാക്ഷാൽ വചനം. എൻ്റെ കൂടെ പെട്ടെന്നൊന്ന് വന്നേ. ഇവിടെ നിൽക്കുന്ന ആളാരാ? യേശു കർത്താവ് നിൽക്കുന്നേ സാക്ഷാൽ വചനം. ഇവിടെ നിൽക്കുന്ന ആളാരാ? വചനം പഠിച്ച ആള്. ഈ ആളാരാ? സാക്ഷാൽ വചനം. ഈ ആളാരാ? വചനം പഠിച്ച ആള്. ഗ്രഹപ്പിഴയ്ക്ക് യേശു സാക്ഷാൽ വചനമായവൻ ഒരു ചോദ്യം ചോദിച്ചു. വചനം പഠിച്ച ആളിനോട് ചോദ്യം ചോദിച്ചു. ഈ റബി അവരുടെ സിസ്റ്റത്തിന് ഇങ്ങോട്ടൊന്ന് മാറ്റി പറഞ്ഞു. പിന്നെ ആ റബിക്ക് 3 ദിവസത്തിന് ബോധമില്ലായിരുന്നു. വല്ല മനസ്സിലായോ? പിന്നെ ആ റബിക്ക് 3 ദിവസത്തിന് ബോധമില്ല. ആ റബിയെ വരച്ച വരെ ദൈവം അങ്ങ് നിർത്തി. ആരാ നിർത്തി? യേശു കർത്താവ്. ഈ പുള്ളി ആരാ? സാക്ഷാൽ വചനം. ഇദ്ദേഹം ആരാ? തെറ്റിച്ച് പറഞ്ഞതാ. 3 ദിവസത്തിന് ബോധമില്ലായിരുന്നു. ആ റബി അവസാനം ചോദിച്ചു, ഇവൻ ആരുടെ മോനാ? ഇവൻ എവിടുന്ന ഈ ജ്ഞാനം കിട്ടിയത്? അപ്പനും അമ്മയും വരെ മറന്നിട്ട് പോയി. അന്നേരം അമ്മ തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത്, യേശു കർത്താവ് പറയുന്ന മറുപടി, സ്ത്രീയെ നിനക്ക് അറിയത്തില്ലേ ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരിക്കേണ്ടതല്ലയോ? എൻ്റെ പിതൃത്വം ഇന്ന് തൊട്ട് ചേഞ്ച് ആയെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കഴിഞ്ഞു. അപ്പം റബിയുടെ സിസ്റ്റം. യേശു 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റു. എന്തിനാ 30-ാമത്തെ വയസ്സിൽ? മോൻ പൊക്കോ, അവനോട് ഇരുന്നോട്ടെ, നീ ഓടുന്നു. 30-ാമത്തെ വയസ്സിൽ എന്തിനാ യേശു കർത്താവ് വെയിറ്റ് ചെയ്ത് 30 വയസ്സ് വരെ? യഹൂദന്മാരുടെയും ബൈബിളിൻ്റെ നിയമപ്രകാരം ഒരാൾ റബി ആകണമെങ്കിലും ഒരാൾ പുരോഹിതനാകണമെങ്കിലും 30-ാമത്തെ വയസ്സിലേ പറ്റത്തുള്ളൂ. യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കാൻ ചെന്നു. സ്നാനപ്പെട്ടു കഴിഞ്ഞു അങ്ങോട്ട് ഉയർന്നപ്പം എന്നിട്ട് സ്വർഗം തുറന്നു. 30-ാമത്തെ വയസ്സിൽ മതമാണ് റബിക്ക് ഓർഡിനേഷൻ കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ യേശുവിന് ഓർഡിനേഷൻ കിട്ടിയത് മതത്തിൽ നിന്നല്ല. എൻ്റെ യേശുവിന് ഓർഡിനേഷൻ കിട്ടിയത് ഉയരത്തിലെ പരിശുദ്ധാത്മാ, പിതാവാം ദൈവം യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 40 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താൻ്റെ പരീക്ഷകളെയെല്ലാം ജയിച്ചു. 40 ദിവസം സാത്താൻ്റെ സകല പരീക്ഷകളെയും ജയിച്ചിട്ട് യേശു കർത്താവ് നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? യേശു കർത്താവ് നേരെ പോയത് ഗലീലയ്ക്കാണ്. അവിടെ ചെന്നു. ആ പച്ച മണ്ണിക്കൂടെ യേശു കർത്താവ് നടക്കുക. യേശു കർത്താവ് പോകുന്നത് 2 പേരെ, കുറേ പേരെ തിരക്കി പോവാ കേട്ടോ. തിരക്കി പരിശുദ്ധാത്മ നിയോഗത്തിൽ പോവാ. അങ്ങോട്ട് ചെന്നപ്പം 2 യഹൂദ കുഞ്ഞുങ്ങൾ. ഒരാളും കൂടെ വാ, നീ കൂടെ വാ, ഇവിടെ ഇരുന്നോ. 2 യഹൂദ കുഞ്ഞുങ്ങൾ മീൻ പിടിക്കാൻ നോക്കി, കിട്ടുന്നില്ല. അവർ കുലത്തൊഴിൽ മാത്രമല്ല, റിലീജിയസ്ലി ഈ കുഞ്ഞുങ്ങൾ ഫെയിൽഡാണ്. റിലീജിയസ്ലി ഫെയിൽഡ് ആകുന്നത് എങ്ങനെ? 13 വയസ്സുള്ളപ്പോൾ എവിടെ നിൽക്കാൻ വന്നതാ?
സിനഗോഗി നിൽക്കാൻ വന്നതാ, ബർ മിസ്വായിക്ക് വന്നതാ. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ റബി വിളിച്ചില്ല, ഫെയിൽഡായിപ്പോയി. എന്നിട്ട് റിലീജിയസ്ലി ഈ കൊച്ചുങ്ങൾ ഫെയിൽഡാ. എന്നിട്ട് ഇവരെന്തിനു പോയി? അപ്പൻ്റെ കുലത്തൊഴിലിന് പോയി. എന്നിട്ട് അവർ രക്ഷപ്പെട്ടോ? അവിടെയും പല ദിവസങ്ങളിലും പരാജയപ്പെട്ടു. ഇങ്ങനെ പരാജയപ്പെട്ട് ഇനി ഇവൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് വിധി എഴുതിയേക്കുക. നാട്ടുകാരും വീട്ടുകാരും അപ്പനും അമ്മയും എല്ലാം നിനക്ക് മീൻപിടുത്തമേ ഉള്ളൂ എന്ന് വിധി എഴുതിയേക്കുക. വിധി എഴുതിയിരിക്കുന്നിടത്തേക്ക പരിശുദ്ധാത്മാവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആത്മാവിൽ നിറഞ്ഞ് ആ പച്ച മണ്ണിക്കൂടെ നടന്നങ്ങോട്ട് ചെന്നു. അവരോട് ചോദിച്ചു, മക്കളെ നിങ്ങളുടെ ബോട്ടിലോട്ട് ഞാനൊന്ന് കയറിക്കോട്ടെ? അവർ പറഞ്ഞു കയറിക്കൊള്ളാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ഈ പുള്ളി റബിയാണല്ലോ, ഇപ്പോൾ ഇവിടെ വരണ്ട യാതൊരു കാര്യമില്ലല്ലോ, ബോട്ടിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. അവർ പറഞ്ഞു കയറിക്കൊള്ളാൻ പറഞ്ഞു. യേശു കർത്താവ് ബോട്ടിലോട്ട് കയറി, അല്പസമയം സംസാരിച്ചു, വലയെറിയാൻ പറഞ്ഞു. വലയെറിഞ്ഞു, ഭയങ്കര മീൻ പിടിച്ചു കയറ്റി. മീൻ പിടിച്ച് കയറ്റി കഴിഞ്ഞിട്ട് ഇവരോട് പറയുന്ന വേർഡാ. എന്തോ പറയുന്ന അറിയാമോ? കം ഫോളോ മീ. ഈ വേർഡ് കേട്ട ഉടനെ, ഈ വേർഡ് കേട്ട ഉടനെ ഈ പിള്ളേർ പടകം വിട്ടു, മീനും വിട്ടു, അപ്പനെയും വിട്ടു, അമ്മയും വിട്ടു, മൊത്തം വിട്ടു. അത് വിടാനുള്ളതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ യഹൂദ കുഞ്ഞുങ്ങൾക്ക് അറിയാം ഈ വിളി ഞങ്ങൾക്ക് എവിടെ വെച്ച് കിട്ടേണ്ടതായിരുന്നു? എവിടെ വെച്ച് കിട്ടേണ്ടതായിരുന്നു? സിനഗോഗി വെച്ച് കിട്ടേണ്ടിയ. ഇനി ഒരിക്കലും മക്കളെ നിങ്ങളെ വിളിക്കാൻ ഒരു റബിയും വരത്തില്ല. മിടുക്കന്മാരെല്ലാം യെരുശലേമില, ഗലീലയ്ക്ക് ആരെയും വിളിക്കാൻ വരത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ചിലരെ തോറ്റവരെ തെരഞ്ഞു പിടിച്ച് വിളിക്കാൻ. ഈ വിളി അങ്ങോട്ട് കേൾക്കുകയും ഈ കുഞ്ഞുങ്ങൾ പടകം വിട്ടു, എൻ്റെ കൂടെ പറഞ്ഞേ, അപ്പനെയും വിട്ടു, അമ്മയും വിട്ടു, മൊത്തം വിട്ട് യേശുവിൻ്റെ പുറകെ പോയി. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഇനി ഞാൻ മീൻ പിടിക്കുന്നവരല്ല ആക്കുന്നേ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഈ വിളി കേട്ട ഉടനെ മീനും പടകും മൊത്തം വിടാനുള്ളതിൻ്റെ കൾച്ചർ ഇപ്പം മനസ്സിലായോ? എത്രാം വയസ്സിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വിളി കിട്ടേണ്ടതായിരുന്നു? പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. 13-ാമത്തെ വയസ്സിൽ വിളി കിട്ടേണ്ടതാ. ഇവർ യഹൂദ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇവർക്കറിയാം അതിൻ്റെ വാല്യൂ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? ടീച്ചർമാർ തള്ളിയിട്ടുണ്ടോ? മാതാപിതാക്കൾ ആരെങ്കിലും തള്ളിയിട്ടുണ്ടോ? നാട്ടുകാരോ ആരെങ്കിലും തള്ളിയിട്ടുണ്ടോ? ഏത് കുലത്തൊഴിലിൽ പോയാലും ലോകത്തിൽ ഒരു റബി നിങ്ങളെ തേടി വരത്തില്ല, എക്സെപ്റ്റ് വൺ റബി. തോറ്റടത്തേക്ക് ഇനി ഒരു ടീച്ചർ ഇറങ്ങി വരത്തില്ല. മക്കളെ പോക്കോ, താങ്ക് യു കേട്ടോ. തോറ്റടത്തോട്ട് ഒരു ടീച്ചറും ഇറങ്ങി വരത്തില്ല. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന നസ്രേനായ യേശു ഉണ്ടല്ലോ, നിന്റെ തോറ്റ സ്ഥലത്തേക്ക് ഇറങ്ങി വരിക മാത്രമല്ല, അവിടുന്ന് നിന്നെ കരം പിടിക്കും. അവിടുന്ന് നിന്നെ കരം പിടിക്കുകയല്ല, വചനമായവൻ നിന്നെ വചനം പഠിപ്പിക്കുക. ജീസസ്, മനസ്സിലാവോ? നീ ഇനി റബിയുടെ കീഴിൽ നിന്നല്ല പഠിക്കേണ്ടിയത്. സാക്ഷാൽ വചനം ജഡമായി തീർന്നവൻ നിന്നെ പഠിപ്പിക്കാൻ പോവാ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോഴാ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം എത്തുമ്പോഴത്തേന് സുന്ദര 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ചെന്ന് ഒരു മുടന്തൻ്റെ നരിയാണിയെ കൈക്ക് പിടിച്ചു. അവൻ്റെ നരിയാണിയെ ഉറച്ചു. ഇത് ഭയങ്കര ദേശം മൊത്തം പാട്ടായി. പള്ളികളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം പള്ളി സഭയ്ക്കകത്ത് വിളിച്ചു, ഈ അധികാരം നിനക്ക് എവിടുന്നാ കിട്ടിയേ? നിനക്കിത് ഏത് നാമത്തിലാണ് നീ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എഴുതിയേക്കുന്നൊരു വാക്യം ഇങ്ങനെ, ഇവർ സാധാരണക്കാരും പഠിപ്പില്ലാത്തവരും ഗലീലക്കാരുമല്ലയോ, ഇവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരെന്ന് അറിഞ്ഞു. നീ ആരോടുള്ള അസോസിയേഷനാണ് നിന്റെ ലൈഫിൽ ഉള്ളത്, അത് നിന്നെ മാറ്റും. മനസ്സിലാകുന്ന ദൈവമക്കൾ ഇവിടെ ഉണ്ടോ? ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുക, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പണിയേണ്ടിയതുപോലെ പണിയണ്ടേ കേട്ടോ, പണിയേണ്ടിയതുപോലെ. യഹൂദൻ്റെ കുഞ്ഞുങ്ങൾ 13 വയസ്സ് വരെ ഇരുന്ന് ആടും. എങ്ങനെ ആടും? പ്രാർത്ഥിക്കാനിരിക്കും. എങ്ങനെ ആടുന്നേ? ഒന്ന് പറഞ്ഞേ, മുന്നോട്ടും എന്തിനാ ആടുന്നേ? അവൻ ന്യായപ്രമാണം കാണാതെ പറയാ. ഞാൻ ഇടയ്ക്ക് തമാശനായിട്ടും പറയാറുണ്ട്, നമ്മുടെയൊക്കെ ആട്ടം കാണുമ്പോൾ അറിയാം നമ്മുടെ അപ്പൻ എങ്ങോട്ടാ ആടിയെന്ന്. നമ്മുടെയൊക്കെ ആട്ടം കാണുമ്പോൾ അറിയാം
നമ്മുടെ അപ്പന് എങ്ങോട്ടാടിയൻ? യഹൂദൻ കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ മൊബൈൽ കൊടുക്കാറില്ല. കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പം അവൻ വചനമാണ് കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? വചനം. ശ്രദ്ധിച്ചേ, ഞാൻ ഒരു വേർഡും കൂടെ പറഞ്ഞിട്ട് പോട്ടെ, നിങ്ങൾ മറക്കാതിരിക്കാൻ. ഫുഡ് കഴിക്കുമ്പം ഫുഡും ഡൈനിങ് ടേബിളിൽ എല്ലാവരും കൂടി ഇരിക്കണം. യഹൂദന്മാരെല്ലാവരും കൂടെ അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു ഭയങ്കര ഫെലോഷിപ്പാണ്. ഫുഡ് കഴിക്കുമ്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ആഹാരം ഇരിപ്പുണ്ട്. അവരുടെ ഒരു പോളിസിയും ബൈബിളിൻ്റെ ഒരു പോളിസിയാണ്. നീ നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, ആഹാരത്തിനിരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ എപ്പോഴും നിൻ്റെ മക്കളോട് എൻ്റെ വചനം പഠിപ്പിക്കണം. നീ നടക്കുമ്പോഴും, അകത്തു വരുമ്പോഴും, പുറത്തു പോകുമ്പോഴും, ആഹാരം കഴിക്കുമ്പോഴും എപ്പോഴും നീ എന്തോ ചെയ്യണം? നീ വചനം പഠിപ്പിക്കണം. അവരുടെ ഒരു തീരുമാനം എന്തോന്നറിയാമോ? അവരാഹാരത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയാറില്ല, ആരുടെയും കുറ്റം പറയാറില്ല. അഥവാ അവരാഹാരത്തിനിരിക്കുമ്പോൾ നമ്മുടെ ജനറൽ സിസ്റ്റം പറയാം, നമ്മളിരുന്ന് ടേബിളിലിരുന്ന് മൊത്തം പേരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെല്ലാം ഈ വെള്ളം കേട്ടോണ്ടിരിക്കുക. ഈ വൈബ്രേഷൻ, സൗണ്ടിൻ്റെ വൈബ്രേഷൻ ഈ വെള്ളത്തിൽ വരും. പറഞ്ഞ നെഗറ്റീവ് വൈബ്രേഷൻ മൊത്തം ഈ വെള്ളത്തിൽ വരും. ലാസ്റ്റിൽ നമ്മൾ കുറ്റമെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വെള്ളം എടുത്ത് നമ്മൾ തന്നെ കുടിക്കും, അല്ലേ? എല്ലാവരുടെയും കുറ്റം പറഞ്ഞു. ചർച്ച് ഇങ്ങനായിരുന്നു, പാസ്റ്റർ ഇങ്ങനെ, ഇന്ന് പ്രസംഗിച്ച പാസ്റ്റർ ഒത്തില്ല, അല്ലേ? എല്ലാം പറയും. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സൗണ്ട് വൈബ്രേഷൻ ഉള്ളതാണ്. ആ വൈബ്രേഷൻ ഈ വെള്ളത്തിൽ വീണു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്തോ കൊടുക്കും? നിങ്ങൾ എന്തോ പറ്റി മിണ്ടാതിരിക്കുന്നേ? നമ്മൾ എന്തോ കൊടുക്കും? ആ വെള്ളം നെഗറ്റീവ് പറയല്. നീ പറയേണ്ടത് വചനമാണ്. നീ ടേബിളിൽ ഇരിക്കുമ്പോൾ, കഴിക്കാനിരിക്കുമ്പോൾ എന്ത് പറയണം? പറഞ്ഞ ദൈവമക്കളെ, സമയം കഴിയുക, വചനം പറയണം. ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നീ വചനം പറയണം. നിന്റെ മക്കളോട് നീ വചനം പറയണം. നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ തേജസ്സിൻ്റെ മേഘമുണ്ട്. ആ തേജസ്സിൻ്റെ നെഗറ്റീവ് പറയല്. നിന്റെ കുഞ്ഞുങ്ങൾ വചനം പഠിക്കുന്നവരാകട്ടെ. വചനം പഠിച്ച് വളരുന്ന കുഞ്ഞുങ്ങളെ ഇളക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല. യഹൂദനെ ഒന്ന് നോക്കിയാൽ മതി. നമ്മളാണ് യഹൂദന്മാരെക്കാട്ടിലും ശ്രേഷ്ഠന്മാർ. അതും കൂടെ പറഞ്ഞിട്ട് നിർത്തുക കേട്ടോ. നമ്മളാണ് യഹൂദന്മാരെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠന്മാർ. നിങ്ങൾ ഇന്ന് ദിവസത്തെ പ്രീവിയസ് മെസ്സേജുകൾ എടുത്ത് കേൾക്കണം. നമ്മളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരെന്ന് ഒറ്റ തെളിവ് തരും. ബൈബിൾ ഒത്തിരി തെളിവുണ്ട്. ഒറ്റ തെളിവ് ബൈബിളിൽ തരാൻ വേണ്ടി പോവാം. യഹൂദന്മാർക്ക് ബൈബിളിൽ കൂടെ 7 ഫീസ്റ്റുകളുണ്ട്. എത്ര ഫീസ്റ്റ് ഉണ്ട്? 7 ഫീസ്റ്റ്. പെസഹ തൊട്ട് ടാബർനാക്കിൾ വരെ. പെസഹ, അൺലിവൻ ബ്രെഡ്, ഫസ്റ്റ് ഫ്രൂട്ട്, പെൻഡക്കോസ്, ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്, ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ്, ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ. അങ്ങനെ 7 ഫീസ്റ്റുകളുണ്ട്. ഈ 7 ഫീസ്റ്റുകളെ കുറിച്ചും എഴുതിയിരിക്കുന്ന അധ്യായമാണ് ലേവ്യ പുസ്തകം 23. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ലേവ്യ പുസ്തകം 23. ലേവ്യ പുസ്തകം 23-ൽ ഈ 7 ഫീസ്റ്റുകൾക്കും 4 ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട്? അയ്യോ, മറന്നു പോകാതിരിക്കാൻ കൈ കൊണ്ടൊന്ന് കാണിച്ചേ. എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട്? എല്ലാവരും കൈ ഉയർത്തി കാണിച്ചേ. 7 ഫീസ്റ്റുകൾക്ക് എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ട്? 4 ഇൻസ്ട്രക്ഷൻ. ഇത് ഞാൻ ഇൻസ്ട്രക്ഷൻ പെട്ടെന്ന് പറയാൻ പോവാ. 7 ലേവ്യ പുസ്തകം 23 പഠിച്ചാൽ മതി. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചു. ഇത് ഇസ്രയേലിൻ്റെ ഉത്സവമല്ല, ഇത് ദൈവത്തിൻ്റെ ഉത്സവമാണ്. ബൈബിൾ അങ്ങനെ എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് കാണിച്ചു. ഇതാണ്ട് ഇസ്രായേൽ മക്കളോട് പറയണേ, എൻ്റെ ഉത്സവങ്ങൾ, വിശുദ്ധ സഭായോഗം. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത് ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോർഡ്. ഇത് ദൈവത്തിൻ്റെ ഉത്സവമാണ്. ഒന്നാമത്തെ നിയമം എഴുതിക്കോ, ഇത് ദൈവത്തിൻ്റെ ഉത്സവമാണ്. ചേർന്ന് പറഞ്ഞ് ഇത് ആരുടെ ഉത്സവമാണ്? പെട്ടെന്ന് പറ. ദൈവത്തിൻ്റെ ഉത്സവം. രണ്ടാമത്തെ നിയമം ആ അധ്യായങ്ങളിൽ കിടപ്പുണ്ട്. നിനക്കിത് എന്നെങ്കിലും എപ്പോഴെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. നിശ്ചയിക്കപ്പെട്ട സമയത്തു മാത്രമേ നിനക്കിത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബൈബിളിൽ കണക്കുണ്ട്. ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത്, അടുത്ത ഫീസ്റ്റ് 15-ാം തീയതി തൊട്ട് 7 ദിവസം, അടുത്ത ഫീസ്റ്റ് ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസം, അടുത്ത ഫീസ്റ്റ് 50-ാം ദിവസം, അതിനാ പെന്തക്കോസ്ത് എന്ന് വിളിക്കുന്നത്, അടുത്ത ഫീസ്റ്റ് 7-ാം മാസം. ഇങ്ങനെ എല്ലാത്തിനും സമയം ദൈവം കൊടുത്തിട്ടുണ്ട്. ആ സമയം നീ പഠിക്കേണ്ടത്, നോക്കേണ്ടത് മൂണിനെ നോക്കണം. നമ്മുടെ കലണ്ടർ സോളാർ അല്ല, നമ്മുടെ കലണ്ടർ, ബൈബിളിൻ്റെ കലണ്ടർ ലൂണാറാണ്. അയ്യോ, ഇനി സോളാർ എന്തോന്നറിയാമോ? ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് പോയി ചോദിച്ചു, എന്തോ സോളാർ എന്തോ ചോദിച്ചു. ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരോ ഒരാൾ പറഞ്ഞു സോളാർ എന്ന് പറഞ്ഞാൽ സരിതയുടെ കാര്യമാണെന്ന് പറഞ്ഞു. സോളാർ എന്ന് പറഞ്ഞാൽ പോട്ടെ. സോളാർ കലണ്ടർ അല്ല, നമ്മുടെ ലൂണാർ കലണ്ടറാ. അപ്പോൾ രണ്ടാമത്തെ വേർഡ് ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. ഒന്നാമത്തെ വേർഡ് ഇറ്റ് ഇസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോർഡ്. രണ്ടാമത്തെ വേർഡ് ഇറ്റ് ഹാസ് എ
അപ്പോയിന്റഡ് ടൈം, ഇതിനൊരു നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. മൂന്നാമത്തെ വേർഡ്, നീ ഇത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണം, അന്ന് ഞാൻ നിന്റെ നടുവിൽ ഇറങ്ങി വരും. കേൾക്കുന്നുണ്ടോ? ഒന്നാമത്തെ വേർഡ് എന്തുവാ? പെട്ടെന്ന് പറഞ്ഞേ. ഇത് ദൈവത്തിൻ്റെ ഉത്സവമാണ്. രണ്ടാമത്തെ വേർഡ്, ഇത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് സെലിബ്രേറ്റ് ചെയ്യണം. മൂന്നാമത്തെ വേർഡ്, ഞാൻ നിന്റെ മധ്യേ അന്ന് ഇറങ്ങി വരും. മൂന്നാമത്തെ വേർഡ്. നാലാമത്തെ വേർഡ്, ആ നാലാമത്തെ വേർഡ് റൂട്ട് ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന ഭാഷയിൽ ഇങ്ങനെ മിക്ര എന്ന വേർഡ്. ആ മിക്ര എന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഹോളി കോൺവക്കേഷൻസ് എന്ന. ആ വേർഡിൻ്റെ മലയാളം അർത്ഥം അല്ലെ ഇംഗ്ലീഷ് അർത്ഥം ഇങ്ങനെ, ഇറ്റ് ഈസ് എ റിഹേഴ്സൽ. ഈ 7 ഫീസ്റ്റും ഒരു റിഹേഴ്സലാ. എന്തുവാ? എല്ലാവരും വേർഡ് എന്ന് പറഞ്ഞേ. ഈ 7 ഫീസ്റ്റുകളും എന്തുവാ? ഒരു റിഹേഴ്സലാ. എന്തോ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വലിയൊരു ഇവന്റിന് മുമ്പേ നടക്കുന്ന പ്രാക്ടീസായ റിഹേഴ്സൽ. വരാൻ പോകുന്ന വലിയൊരു ഇവന്റിന് മുമ്പേ നടക്കുന്ന, അയ്യോ നിങ്ങളുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ വരുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്യത്തില്ലേ? മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ സൺഡേ സ്കൂളിൻ്റെ ആനിവേഴ്സറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞു. വരാൻ പോകുന്ന മെയിൻ ഇവന്റിന്റെ മുമ്പേ നടക്കുന്ന പ്രാക്ടീസ്, അതിനെ വിളിക്കുന്ന പേരാണ് റിഹേഴ്സൽ. അപ്പൊ 4 വേർഡ് ഞാൻ പറഞ്ഞു. ഒന്ന്, ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ദ ലോർഡ്. 2, ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. മൂന്നാമത്തെ, വെൻ യു സെലിബ്രേറ്റ് ഐ വിൽ കം അമങ് യു, ഞാൻ നിന്റെ മധ്യേ നിന്റെ കൂടെ ഞാൻ ഇറങ്ങി വരും. നാലാമത്തേത്, ഇറ്റ് ഈസ് എ റിഹേഴ്സൽ. ഇതൊരു റിഹേഴ്സലാ. നിങ്ങൾക്ക് ഈ 4 വേർഡ് കിട്ടിയോ? റിഹേഴ്സലാ. അടുത്തത്, പുറപ്പാട് 12 നടക്കുന്നത് മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ ദൈവം അവിടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, ലേവ്യ പുസ്തകമൊക്കെ പിന്നീട് മോശയിൽ കൂടെ കൊടുക്കുക, സീനായി പർവ്വതത്തിൽ വെച്ചാൽ കൊടുക്കുന്നത്. പക്ഷേ പെസഹ സെലിബ്രേറ്റ് ചെയ്യുന്നത് പുറപ്പാട് പുസ്തകം 12 വെച്ചാൽ. എന്നാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലുള്ളപ്പം അന്ന് കൊടുത്തപ്പം ദൈവം പറഞ്ഞു, ഞാൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് എൻ്റെ ഉത്സവങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. നീ ഒരു ആടിനെ എടുക്കണം, ഊനമില്ലാത്തതായിരിക്കണം, അതിൻ്റെ അസ്ഥികൾ ഒടിക്കല്ല്, അതിനെ തീയിൽ ചുടണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലുമേലും കുറുമ്പടിമേലും തേക്കണം. നീ അന്ന് തീയിൽ ചുട്ടതായിട്ട് ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും കൂടെ അരകെട്ടി ചെരുപ്പിട്ട് വടി പിടിച്ച് തിടുക്കത്തോടെ നീ അന്ന് എൻ്റെ പെസഹ സെലിബ്രേറ്റ് ചെയ്യണം. അന്ന് ഞാൻ നിൻ്റെ മധ്യേ ഇറങ്ങി വരും. ഞാൻ ഇറങ്ങി വരുമ്പോൾ ഈജിപ്റ്റ് മൊത്തം സംഹാരകൻ അതുവഴി കിടന്ന് ഓടുകയായിരിക്കും. രാത്രി മൊത്തം എല്ലാ വീടുകളിലും കയറാൻ ഓടുമ്പോൾ നിന്റെ വീട്ടിൽ കയറത്തില്ല. കാരണം ഞാൻ നിന്റെ വീട്ടിൽ നിന്റെ കൂടെ ഉള്ളത്. ഓ ഗോഡ്, മനസ്സിലാകുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ പ്രതികരിച്ച് തുടങ്ങിക്കേ. ഞാൻ നിന്റെ മധ്യേ അന്ന് നിന്റെ വീട്ടിൽ ഞാൻ ഉണ്ട്. അടുത്ത വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോൾ, ഇതൊരു റിഹേഴ്സലാ. റിഹേഴ്സലിൻ്റെ അന്ന് ദൈവം ഇറങ്ങി വന്ന് മിസ്രൈമിനെ ഇളക്കി കളഞ്ഞു. മിസ്രൈമിനെ എന്തോ എടുത്തു? പറഞ്ഞ വേർഡ്. റിഹേഴ്സലിൻ്റെ അന്ന് ദൈവം ഇറങ്ങി വന്ന് മിസ്രൈമിനെ ഇളക്കി കളഞ്ഞു. ഫറവോന്റെ വീട് തൊട്ട് കുടിൽ തൊട്ട് കൊട്ടാരം വരെ മരിക്കാത്തതായി ഒറ്റ വീടില്ലായിരുന്നു. ഒന്നുകിൽ ആദിജാതനാകട്ടെ, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ആദിജാതനാകട്ടെ, മനുഷ്യൻ്റെ ആദിജാതനാകട്ടെ, മൊത്തം വീട് മരിച്ചു. മിസ്രൈമിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത നിലവിളി ഉണ്ടായി. മിസ്രൈമിനെ ദൈവം ഇളക്കി കളഞ്ഞു. ആ വേർഡെന്ന് പറഞ്ഞ് എന്തോ ചെയ്തു? എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞേ. മിസ്രൈമിനെ എന്തോ എടുത്തു? ഉറക്കപ്പറ. ഇളക്കി കളഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് 30 ലക്ഷം വരുന്ന ജനത്തെ ദൈവം അന്ന് രാത്രി പുറത്തെടുത്തു. മിസ്രൈമിനെ ഇളക്കിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ദൈവം 30 ലക്ഷം വരുന്ന ജനത്തെ അന്ന് രാത്രി ദൈവം പുറത്തെടുത്തു. 4 തലമുറ കൊണ്ട് സംഭവിക്കാത്തത് 40 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് സംഭവിച്ചു. അന്ന് രാത്രി ദൈവം ഇറങ്ങി വന്ന രാത്രി എന്തോ എടുത്തു? മിസ്രൈമിനെ ഇളക്കി കളഞ്ഞു. ചോദ്യം, റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ. റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നോ? എത്ര പവർ ഉണ്ടായിരുന്നു? മിസ്രൈമിന് പിടിച്ചു വെക്കാൻ പറ്റത്തില്ലായിരുന്നു. തൻ്റെ ജനത്തെ പിടിച്ചു വെക്കാൻ കഴിയാത്ത പവർ അന്ന് റിഹേഴ്സലിന് ഇറങ്ങി വന്നു. ചോദ്യം, റിഹേഴ്സലിന് അത്രയും പവർ ഉണ്ടായിരുന്നെങ്കിൽ ഒറിജിനൽ എത്ര പവർ കാണും? മനസ്സിലാകുന്നവരോടുണ്ടോ? റിഹേഴ്സലിന് ഇത്രയും പവർ ഉണ്ടായിരുന്നെങ്കിൽ ഒറിജിനൽ എത്രയധികം പവർ കാണും. യഥാർത്ഥ പെസഹ കുഞ്ഞാട് പഴയ നിയമത്തിലെ അല്ല, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടു. അത് ക്രിസ്തു തന്നെ. നിങ്ങൾ വിടുവിക്കപ്പെട്ടത് ഒറിജിനലിൻ്റെ അന്നാണോ റിഹേഴ്സലിൻ്റെ അന്നാണോ? അങ്ങനെയെങ്കിൽ ആരാ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്? പഴയ നിയമത്തിലെ ഇസ്രായേലാണോ
മനസ്സിലാകുന്ന ദൈവമള കരങ്ങളെ തട്ടിയൊന്ന് നന്ദി പറഞ്ഞേ. പെട്ടെന്ന് 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 കരങ്ങളെ തട്ടിയൊന്ന് നന്ദി പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാ ഭൂമിയുടെ ഉപ്പ്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളാ സാക്ഷാൽ ഇസ്രായേലിയർ, നിങ്ങളാ അനുഗ്രഹിക്കപ്പെടേണ്ടത്. പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളാ. ഇന്ന് ലോകരാജ്യങ്ങൾ മൊത്തം വെപ്പൺ മേടിക്കാൻ ഇസ്രായേലിൻ്റെ അടുക്ക പോകും. ലോകരാജ്യങ്ങൾ മൊത്തം ടെക്നോളജി മേടിക്കാൻ ഇസ്രായേലിൻ്റെ അടുക്ക പോകും. ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളും കൃഷി പഠിക്കണമെങ്കിൽ, കേരളത്തിൽ നിന്ന് തന്നെ കൃഷി പഠിക്കണമെങ്കിൽ അവിടെ പോകണം. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ടെക്നോളജിക്കും ഡിഫൻസിനും പുതിയ പുതിയ കാര്യങ്ങൾക്കും എല്ലാം കൊച്ചു രാജ്യത്തെ ആശ്രയിക്കുന്നത്. എന്താ അവർ ഒന്നാമതായെന്നറിയാമോ? അവരുടെ ഉള്ളിൽ വചനം കയറേണ്ടിയ സമയത്ത് പിള്ളേരുടെ അകത്ത് വചനം കയറി. പിള്ളേരുടെ ഉള്ളിൽ വചനം കയറേണ്ടിയ സമയത്ത് അപ്പനും അമ്മയും ഉത്തരവാദിത്തത്തോടുകൂടെ കുഞ്ഞുങ്ങളുടെ അകത്ത് വചനം കയറ്റിയപ്പോൾ ആ കുഞ്ഞുങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുക, അവരല്ല ശ്രേഷ്ഠതയുള്ളവർ. മനസ്സിലാകുന്നവർ ഒന്ന് സ്തോത്രം പറഞ്ഞേ. അവരല്ല ശ്രേഷ്ഠതയുള്ളവർ. അവരെക്കാട്ടിലും ശ്രേഷ്ഠതയുള്ള നമ്മളാ. അവർ വെള്ളി വീണ്ടെടുപ്പിനെ ചിത്രീകരിക്കുന്ന, 5 ചിത്രീകരിക്കുന്ന, ഗ്രേസിനെ ചിത്രീകരിക്കുന്ന 5 കൊടുത്തു വില കൊടുത്തു മേടിച്ചു. പക്ഷെ നമ്മളെ വില കൊടുത്തു മേടിച്ചത് നിഴലിനകത്തല്ല, നമ്മളെ വില കൊടുത്തു മേടിച്ചത് വെള്ളി, പൊന്ന്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ 2 കരങ്ങളിൽ ശക്തിയോടെ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്. നീ റിഹേഴ്സലിന്റെ പ്രൊഡക്റ്റ് അല്ല. ഇന്ന് പകൽ തിരുവനന്തപുരത്ത് വ്യാപരിക്കുന്ന സകല ദുരാത്മാക്കളും കേൾക്ക, നീ വിളിച്ചു പറ, ഞാൻ റിഹേഴ്സലിന്റെ പ്രൊഡക്റ്റ് അല്ല. റിഹേഴ്സലിന്റെ പ്രൊഡക്റ്റിനെ ദൈവം അത്ര ഉയർത്താൻ പറ്റുമെങ്കിൽ നമ്മളെ ദൈവത്തിന് എത്ര ഉയർത്താൻ പറ്റും? ആ 2 കരങ്ങൾ ശക്തിയോടെ ഒന്ന് അടിച്ചേ കർത്താവിന് മഹത്വം കൊടുത്തേ. എന്നിട്ട് അല്പസമയം ഒന്ന് അന്യഭാഷകളിൽ സംസാരിച്ചേ, ആത്മാവിലൊന്ന് സംസാരിച്ചേ, വായികളെ തുറന്നൊന്ന് സംസാരിച്ചേ, അന്യഭാഷകളിൽ സംസാരിച്ചേ. ഗ്ലോറി 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 ഗ്ലോറി. അന്യഭാഷകളിൽ സംസാരിച്ചേ. നിങ്ങളാ ശ്രേഷ്ഠതയുള്ളവർ. തിരുവനന്തപുരത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളാ ശ്രേഷ്ഠതയുള്ളവർ. ഇത് ചുമ്മാതുള്ള വാക്കല്ല, ഇത് ജീവന്റെ വചനമാ. കരങ്ങളെ 1-2 നിമിഷങ്ങൾ ശക്തിയോടെ അടിച്ചേ. ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. നിങ്ങളാണ് ഈ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടിയവർ. നിങ്ങളാണ് ഈ പട്ടണത്തിൽ ഒന്നാമരാകേണ്ടിയത്. പക്ഷെ വചനം അകത്ത് കയറേണ്ടിയതുപോലെ നിന്റെ അകത്ത് വചനം കയറട്ടെ. മരുഭൂമി നിന്റെ തകർച്ചയല്ല, മരുഭൂമി നിന്റെ പണിയപ്പെടലിന്റെ ദിവസമാ, സ്ഥലമാ. കർത്താവേ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ കടന്നു വന്ന സകല ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ തലമുറകൾ കർത്താവേ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. വചനമകത്തുള്ള, ദൈവ സാന്നിധ്യമകത്തുള്ള തലമുറകളായ അവരുടെ തലമുറകൾ പണിയപ്പെടട്ടെ. തേജസ്സിന്റെ തലമുറ ഇവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. തേജസ്സിന്റെ തലമുറ ആലയത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ശക്തിയുള്ളവർ, ആരോഗ്യമുള്ളവർ, ആത്മീക ബലമുള്ളവർ, കരുത്തുള്ളവർ, കർത്താവേ, ദൈവത്തിന്റെ സൈന്യാധിപന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. ദൈവത്താൽ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. തിരുനാമം ചൊല്ലി അനുഗ്രഹിക്കുക. മഹത്വം എന്റെ കർത്താവ് മാത്രം എടുക്കണമേ, യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ ആമേൻ. കർത്താവിന്റെ ദാസനോട് സഭയോട് നന്ദി പറയുന്നു. കർത്താവിന് മഹത്വം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നാം കേട്ടതുപോലെ ദൈവം നമ്മുടെ കരങ്ങളിൽ തരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾ? ഒരു മൃഗം തൻ്റെ തലച്ചോറിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടവയാണ്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ മതി അല്പസമയം. പക്ഷെ പ്ലെയിനായ ഒരു തലച്ചോറാണ് മനുഷ്യന്. എന്നാൽ അതിൽ പ്രോഗ്രാം ചെയ്യുന്ന ചുമതല മാതാപിതാക്കൾ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനപരമായി പ്രോഗ്രാം ചെയ്താൽ ലോകം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, തേജസ്സിൻ്റെ പുത്രന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, രാജ്യത്തിന് അനുഗ്രഹമായവരെ എഴുന്നേൽപ്പിക്കുവാൻ സഭയ്ക്ക് കഴിയും. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരു ശമൂവേൽ ബാലനെ പോലെ ആ വിളക്ക്
കുത്തുവിളക്കിരിക്കുന്ന സ്ഥലത്ത് വിളക്കണയുന്നതിന് മുൻപേ അവൻ ആലയത്തിൽ വളർന്ന് ദൈവം പിതാവായി അവനെ പഠിപ്പിച്ചതുപോലെ രാജാക്കളെ അഭിഷേകം ചെയ്യുന്ന ഒരനുഗ്രഹമായി ഉയർത്തപ്പെട്ടതുപോലെ നമ്മുടെ തലമുറയാകുവാൻ കർത്താവേ, എൻ്റെ കർത്തവ്യ ഉത്തരവാദിത്വങ്ങൾ നിർവഹിപ്പാൻ എനിക്ക് കൃപ തരണമേ. 5 വയസ്സായി, 10 വയസ്സായി, 13 വയസ്സായി നാം അവർക്ക് നല്ല ആഹാരം കൊടുത്തു, നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തു, അവർ ചോദിച്ചതൊക്കെ കൊടുത്തു. പക്ഷെ കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തുവോ? നാം എവിടെയാണ് തോറ്റത്? ലോകത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും അതിൽ പ്രോഗ്രാം ചെയ്യുന്നതിന് മുൻപേ സർവശക്തന്റെ നിയമങ്ങളും വചനങ്ങളും അതിൽ പ്രോഗ്രാം ചെയ്താൽ അവരുടെ ജീവിതം ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തതായിരിക്കും. പക്ഷെ അവിടെ നാം മറന്നുപോയെങ്കിൽ, അവിടെ നാം ബാധിക്കപ്പെട്ടു പോയെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ്, എൻ്റെ തലമുറയിൽ അനാവശ്യമായതൊക്കെ പ്രോഗ്രാം ചെയ്തു പട്ടിരിക്കുന്നുവെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ വചനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അതിൽ പ്രോഗ്രാം ചെയ്യുവാനും, ഏത് സാഹചര്യത്തിലും ഞാനൊരു എബ്രായദാസൻ, എനിക്ക് അരുതാത്തത് ചെയ്തുകൂടാ എന്ന് ബോധം വരത്തക്ക നിലയിൽ നമ്മുടെ തലമുറകൾ വളർന്നു വരുവാൻ ദൈവം ഇടയാക്കുവാൻ ഒരു നിമിഷം 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. എന്നോട് ക്ഷമിക്കണം കർത്താവേ. വളർത്തേണ്ട സമയം, നടത്തേണ്ട സമയം സ്തോത്രം നാം നഷ്ടപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കണമെന്ന് ചോദിക്കുക. ഇന്ന് പലർക്കും അതിന് സമയമില്ല. അതുകൊണ്ട് തീവ്രവാദികളും നാട്ടിന് തലവേദനയും കുടുംബത്തിന് അനുസരണക്കേടുമുള്ള തലമുറയല്ലേ ഉരുവാകുന്നു. യേശുക്രിസ്തു 30ാമത്തെ തിരുവയസ്സ് വരെ മാതാപിതാക്കൾക്ക് അനുസരിച്ച് കീഴ്പ്പെട്ടിരുന്നു എന്ന് വചനം പറയുന്നു. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുന്നില്ല, അനുസരിക്കുന്നില്ല. പക്ഷെ നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നന്മയുണ്ടാകുവാനും മാതാപിതാക്കളെ ബഹുമാനിക്കുക, അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കേണ്ട കൃപ ഞങ്ങളുടെ യുവതിയുവാക്കൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. വ്യവസ്ഥാപിതമായി അവർ വചനത്തിൽ വളരട്ടെ, ദൈവാലയത്തിൽ അവർ വളരട്ടെ. ആമേൻ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് 3 ആരാധനകളിലും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, ലോകത്തിൽ ഏത് ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്തവരായി അവർ വളർന്നു വരുവാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ ഇന്ന് പഠിച്ചു. ഓരോരുത്തരും അതിനെ ഏറ്റെടുത്തുകൊണ്ട്, അതിന് വില കൽപ്പിച്ചുകൊണ്ട്, അതിന് ത്യാഗം സഹിപ്പാൻ, അതിന് വില കൊടുപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭ, ഓരോ വിശ്വാസികളും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുടെ മാതാപിതാക്കളായി മാറുവാൻ സ്വർഗം അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കർത്താവേ, വർഷോയി മറ്റവർ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കൃപ കൊടുത്തുവല്ലോ. തൻ്റെ ഇതര കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം മാനിച്ചനുഗ്രഹിക്കണമേ. ഇനി അധികമായി പ്രയോജനപ്പെടുത്തണമേ. തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. നിന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുന്നു. പ്രത്യേകിച്ച് അവിടെ യാത്രകളിൽ കൂടിയിരിക്കണമേ, വാഹനങ്ങളെ നിയന്ത്രിക്കണമേ. കർത്താവ്, ഇന്ന് വൈകിട്ട് കർത്താവ് തൂത്തുക്കുടിയിൽ നടക്കുന്ന മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രയോജനപ്പെടുത്തണം, ശക്തീകരിക്കണം. കൃത്യതയോടെ എത്തി ആ ശുശ്രൂഷ ചെയ്ത് മടങ്ങുവാനുള്ള കൃപ തരണമേ. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചയക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ കർത്താവിന് രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രാർത്ഥന വിഷയങ്ങളോട് കടന്നു വന്നവരോടും ഇവിടെ വരവൂരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ചേർന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ കടന്നു പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.